Hello, good afternoon. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Okay. Ready? Ready ആണോ എല്ലാവരും? Ready ആണോ? അല്ല? Yes, ma'am. Okay, ready. Yes, ma'am. അപ്പൊ നമ്മള് എവിടെയാ നിർത്തിയത്? എവിടെ നിർത്തിയ ഓർമ്മയുണ്ടാ? സസ്ന എന്ന് പറയാമോ എവിടെയാ നിർത്തിയെന്ന്? സസ്ന ഇല്ല അങ്ങനെ ഒരാള് സൗണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ഓക്കെ പറയൂ. പറഞ്ഞോ സസ്ന പറഞ്ഞോ. CSSD. സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റിലെ CSSD റൈറ്റ്. Yes. നമ്മുടെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് CSSD ആണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. CSSD എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞല്ലോ അല്ലെ. CSSD എന്താണ് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്? അത്തിക്ക പറയാമോ? അത്തിക്ക പറയാമോ? എന്ത് റെസ്പോൺസിബിലിറ്റി ആണ് CSSD ഡിപ്പാർട്ട്മെന്റിനുള്ളത്? ഈ അങ്ങനെ ഒരാള് അത്തിക്ക ഇല്ല. ഷയാന ഉണ്ടോ? ഷയാന ഉണ്ടോ? വിളിക്കുന്നവരാരും സൗണ്ട് ഒന്നാണ് മ്യൂട്ട് ചെയ്തിട്ട് പറയോ? നിങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിട്ടാ ചില ആളുകളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുന്നത്. ചില ആൾക്കാർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും, ചിലർ മിണ്ടുന്ന പോലും ഇല്ല. നമ്മളൊന്നും ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് വിളിക്കുമ്പോ അതൊന്ന് ഓൺ ആക്കിയിട്ട് അവിടെ അറിയുമെങ്കിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ അതിനുള്ള മറുപടി ഒന്ന് തരിക, ഒന്ന് വിളിക്കുമ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്യാം അറ്റ്ലീസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പറയാം. ഗുഡ് ആഫ്റ്റർനൂൺ. സുമി ഒന്ന് പറഞ്ഞേ. സുമി ഏതായാലും വന്നതല്ലേ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാം. എന്തിനു വേണ്ടിയിട്ടുള്ളതാ CSSD ഡിപ്പാർട്ട്മെന്റ്? മെയിൻ ആയിട്ട് നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് ടൂൾസുകളുണ്ടല്ലോ, അതിന്റെ സ്റ്റെറിലൈസിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന. അതെ, സ്റ്റെറിലൈസേഷൻ ഓഫ് മെഡിക്കൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഓർ എക്യുപ്മെന്റ്സ് അല്ലെ. സർജറിയിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പല എക്യുപ്മെന്റുകളൊക്കെ സർജറി കഴിഞ്ഞതിന് ശേഷം മറ്റൊരു പേഷ്യൻസിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഇറ്റ് ഷുഡ് ബി പ്രോപ്പർലി സ്റ്റെറിലൈസ്ഡ് അല്ലെ. ശരിയായ രീതിയിൽ സ്റ്റെറിലൈസ് ചെയ്തിരിക്കണം. അത് അതിന്റെ എന്താ പറയാ പ്രൊസീജിയേഴ്സ് അനുസരിച്ച്, ദാറ്റ് മീൻസ് സ്ട്രിക്ട് പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് വേണം ഈ പറയുന്ന സർജിക്കൽ എക്യുപ്മെന്റുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. അതിന്റെയൊക്കെ കേടുപാടുകളൊക്കെ വരുത്താതെ, കാരണം ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള എക്യുപ്മെന്റുകളൊക്കെ ആയിരിക്കും. അപ്പൊ അതിനൊക്കെ കേടുപാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ അത് ഭയങ്കര ഒരു ഇതാണ് അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത് എക്യുപ്മെന്റുകളൊക്കെ. അപ്പൊ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഐ തിങ്ക് അവിടെ വരെയാണ് നമ്മൾ എടുക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം. CSSD എടുത്തു കഴിഞ്ഞു. മ്യൂട്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, സോ അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുകയാണ്. ഹൗസ് കീപ്പിംഗ് ആണ് അടുത്ത ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് എന്താണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല? എന്താണ് ഇവർ ചെയ്യാം? ദാറ്റ് മീൻസ് ടു കീപ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ് നീറ്റ് ആൻഡ് ക്ലീൻ അല്ലെ, ആൻഡ് ടു അവോയ്ഡ് ദ സ്പ്രെഡിങ് ഓഫ് ഡിസീസസ് വിത്തിൻ ദ ഹോസ്പിറ്റൽ ബൗണ്ടറി. അതായത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ചുറ്റുപാടും ഇൻസൈഡും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ എന്താ പറയാ അസുഖങ്ങൾ പെരുകാൻ ഇടയുള്ള ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. സ്പ്രെഡ് ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസസ് ഉള്ള ഒരു ഇടമാണ് ഹോസ്പിറ്റൽസ്. ബിക്കോസ് അവിടെ നമുക്കറിയാലോ ഒരുപാട് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഡിസീസസ് ഇൽനെസ്സുമായിട്ട് വരുന്ന ആളുകളാണ് പേഷ്യൻസ് എല്ലാം തന്നെ. അപ്പൊ ഒരേ രീതിയിലുള്ള ഒരേ ടൈപ്പ് രോഗികളല്ല, പല രീതിയിലുള്ള. അപ്പൊ അങ്ങനെ വരുമ്പോ അവിടെയൊക്കെ ഹൈജീനിക് ആയിട്ട് അവിടെ അത്തരം സ്ഥലങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എപ്പോഴും ഈ പറയുന്ന ചില ഫ്ലൈസും മറ്റു കാര്യങ്ങൾക്കൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇടം കൊടുക്കാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പരിസരമൊക്കെ ഹോസ്പിറ്റൽസിന്റെ ഇൻസൈഡും ഔട്ട്സൈഡും ഒക്കെ ക്ലീൻ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ജോലി.
ഈവൻ ലോണ്ടറീസിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെ നിന്ന് റിമൂവ് ചെയ്ത് ലോണ്ടറി ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയും ഇവർക്കുണ്ട്. എന്ന് വെച്ചാൽ നമ്മളുടെ ഹോസ്പിറ്റലിലെ ഇൻപേഷ്യൻസ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ബെഡ്, അതിന് ബെഡിന്റെ ഷീറ്റ്സ്, ബെഡ് മാറ്റുണ്ടാവും എപ്പോഴും, ബെഡ് ഷീറ്റ്സ്, അതുപോലെ പില്ലോ കവേഴ്സ്, ഇതൊക്കെ ഇടയ്ക്ക് ചേഞ്ച് ചെയ്യും അല്ലെ, 2 or 3 days ഒക്കെ ആകുമ്പോൾ അങ്ങനെ ചേഞ്ച് ചെയ്യും. അപ്പൊ അതൊക്കെ മാറ്റി ലോണ്ടറിയിലേക്ക് കൊടുക്കുക, ലോണ്ടറിയിലേക്ക് പ്രൊവൈഡ് ചെയ്യുക. കാരണം അതെല്ലാം തന്നെ ഇനി പിന്നീട് വാഷ് ചെയ്ത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ മൂവ് ചെയ്യേണ്ട ഒരു ചുമതല കൂടി ഈ പറയുന്ന ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അത് മാത്രമല്ല, വെൻ ദേ ആർ ക്ലീനിങ് ദ ഹോസ്പിറ്റൽ സറൗണ്ടിങ്സ്, ഹോസ്പിറ്റൽ ഇൻസൈഡും സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ദേ ഓൾസോ ഹാവ് ടു ഫോളോ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ് ഹൗ ടു ഡിസ്പോസ് ദ വേസ്റ്റ്. ഈ പറയുന്ന ഇതൊക്കെ ക്ലീനിങ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാകുന്ന വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഡിസ്പോസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ ഡിസ്പോസ് ചെയ്യുന്ന സമയത്ത് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് വേണം അതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ. കാരണം ഇതൊക്കെ കൊണ്ടുപോയി എവിടെയെങ്കിലൊക്കെ അലസമായിട്ടൊക്കെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞു കളഞ്ഞാൽ അകത്തുള്ളതൊക്കെ ക്ലീൻ ചെയ്തു പുറത്തേക്ക് ഇട്ടതും, പുറത്തേക്ക് എന്താ പറയാ ഹോസ്പിറ്റലിന്റെ എന്താ പറയാ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്കൊക്കെ നമ്മൾ അലസമായിട്ട് ഇടുക. അതിനൊക്കെ എങ്ങനെയാണ് ഇതൊക്കെ ഡിസ്പോസ് ചെയ്യണേന്ന് അവർക്ക് ഒരു നിയമമുണ്ട്. അത് മാത്രം ഫോളോ ചെയ്ത് മാത്രമേ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യാൻ പാടുള്ളൂ. വലിച്ചെറിഞ്ഞൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ചെറുതും വലുതുമായിട്ടുള്ള പല ജീവികൾ, കാക്കയോ അല്ലെങ്കിൽ പട്ടി, അങ്ങനെ പൂച്ചയൊക്കെ വന്നിട്ട് ഇതിനകത്തൊക്കെ കിടന്ന് മാന്തി പല രീതിയിലൊക്കെ വലിച്ചു പുറത്തേക്കൊക്കെ ഇട്ട് അവിടെ പല ജീവികളും പെരുകാനും അല്ലെ ഇടയാകും. അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലേക്ക് പലതരത്തിലുള്ള രോഗങ്ങളും രോഗാണുക്കളൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ സ്പ്രെഡ് ചെയ്ത ആളുകളിലേക്കൊക്കെ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ ഇത് ടു അവോയ്ഡ് ഓൾ ദീസ് തിങ്സ്, ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽസ് ഷുഡ് ബി ഓൾവേസ് ക്ലീൻ ആൻഡ് നീറ്റ് അല്ലെ. എല്ലാ സമയവും എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വയ്ക്കുക. ഇപ്പൊ നടന്നു പോകുന്ന വഴിയിലൊക്കെ എവിടെയെങ്കിലൊക്കെ വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പില്ല് ചെയ്ത് വേണ്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അപ്പൊ തന്നെ ക്ലീൻ ചെയ്യുക. സ്പില്ലേജ് ഒക്കെ പറയേണ്ട ആവശ്യമില്ല, കാരണം യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് അബൌട്ട് ദാറ്റ്. ഒരു മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി കൈകാര്യം ചെയ്തതാണ് അല്ലെ, ഒത്തിരി പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ എന്താ പഠിച്ചോ, നിങ്ങൾ അങ്ങനെ ഒരു ചാപ്റ്റർ പഠിച്ചോ? ഇല്ല, എടുത്തിട്ടില്ല. എടുത്തോ? മാനേജ്മെന്റ് ഓഫ് സ്പില്ലേജ് വേസ്റ്റ് ഓൾറെഡി പഠിച്ചു. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ കംപ്ലീറ്റ് ആയിട്ടില്ല, എടുത്തോണ്ടിരിക്കുകയാണ്, അത് കുഴപ്പമില്ല. അപ്പൊ ഓരോ ഹോസ്പിറ്റൽസിൽ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ബോഡി ഫ്ലൂയിഡിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടാകും, ലാബുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ടാകും അല്ലെ. അപ്പൊ ഇത്തരം സർജിക്കൽ റൂമുകളിൽ ഉണ്ടാകുന്ന വേസ്റ്റ്, അപ്പൊ പല വേസ്റ്റുകൾ ഉണ്ടെങ്കിലും ഈ വേസ്റ്റുകൾ എല്ലാം ഒരുപോലെയല്ല ഹാൻഡിൽ ചെയ്യേണ്ടത്, ഡിസ്പോസ് ചെയ്യേണ്ടത് ഓരോ രീതിയിലാണ്. അപ്പൊ പർട്ടിക്കുലർ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്ത് തന്നെയായിരിക്കണം അതൊക്കെ എന്ത് ചെയ്യാനായിട്ട്, വേസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യാനായിട്ട്. അതിനുകൂടി ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അല്ലാണ്ട് ക്ലീൻ ചെയ്യുന്നത് മാത്രമേ ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. ബാക്കി ക്ലീൻ ചെയ്ത അവശിഷ്ടങ്ങളെ കൊണ്ട് എവിടെയെങ്കിലും ഞങ്ങൾക്ക് തോന്നുന്ന പോലെയൊക്കെ എറിയാമെന്ന് വിചാരിക്കാൻ പാടില്ല. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്? അവരുടെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ഒക്കെ ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ദാറ്റ് മീൻസ് ഡയറ്ററി എന്ന് പറഞ്ഞാൽ കാറ്ററിംഗ് ഓർ കിച്ചൺ ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് വെച്ചാൽ the food which is served in the hospitals to the patients, maybe to the patients, doctors, staff, etc., should be provided in according to the nutritional menu which is provided by nutrition department. അത് ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് അത് അവിടുത്തെ രോഗികൾ ഉപയോഗിക്കുന്നുണ്ട്, ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, സ്റ്റാഫ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒരു ന്യൂട്രീഷൻ മെനു ഫോളോ ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടത്. എവിടെ? കിച്ചണില്. അപ്പൊ ഇവരല്ല, അതായത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് അല്ല അത് പ്രിപ്പയർ ചെയ്യുന്നത്. കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ അതൊക്കെ ഉണ്ടാക്കിയെടുത്തോളും. ഫുഡ്, ചോറായിക്കോട്ടെ, കറികളായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, അത് അവര് ഉണ്ടാക്കിക്കോളും. പക്ഷേ ഇവരുടെ ഡ്യൂട്ടി എന്താണ്? അപ്പോ ഇവരെന്താണ് ചെയ്യേണ്ടത്? ഇവര് ഈ ഒരു ഡയറ്റീഷ്യന്റെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിലെ ഡയറ്റീഷ്യന്റെ ഒരു മെമ്പറാണ്. ഡയറ്റീഷ്യനുമായിട്ട് ബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. സോ ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ്, എൻഷുവർ ദാറ്റ് the food prepared in the kitchen are in hygienic atmosphere. ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാം തന്നെ വളരെ ഹൈജീനിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വെച്ചാണ് അത് ഉണ്ടാക്കുന്നതെന്നും അതുപോലെ തന്നെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡാണ് ആളുകൾക്ക് അവരുടെ പേഷ്യൻസിന് അവരുടെ ആവശ്യപ്രകാരം നീഡ്സ് അനുസരിച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതെന്നും ആൻഡ് ഇതിനു വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ ആർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതൊക്കെയാണ് ഇവരുടെ ഡ്യൂട്ടി.
അപ്പൊ എന്തൊക്കെ ഫുഡ് ആർക്കൊക്കെ പേഷ്യൻസിന് ന്യൂട്രീഷണൽ ആയിട്ടുള്ള ഫുഡ് സപ്ലൈ ചെയ്യണം, അതിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് നല്ല ഹൈജീനിക് മാനറിൽ ഉണ്ടാക്കി കൊടുക്കണം. അത് അവർക്ക് കൃത്യമായ രീതിയിൽ തന്നെ ഹൈജീനിക് ആയിട്ട് തന്നെ സപ്ലൈ ചെയ്യപ്പെടണം. ഇതൊക്കെ ഇവർ മേക്ക് ഷുവർ ചെയ്യണം. ആര്? ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് നല്ല രീതിയിലുള്ള ഫുഡ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോ എന്തെങ്കിലുമൊക്കെ മോശം അറ്റ്മോസ്ഫിയറിലോ, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ നമ്മളൊരു കിച്ചൺ ഉണ്ട് നമ്മുടെ വീടുകളിലൊക്കെ. ആ കിച്ചൺ കണ്ടു കഴിഞ്ഞാൽ അവിടെ എത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കിയാലും ചില കിച്ചൺസിലേക്ക് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അവിടെ അത്ര അങ്ങോട്ട് വൃത്തിയും ഒന്നും ഇല്ലാതെ ഇരിക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ വരികയാണെങ്കിൽ എത്ര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ അവിടെ ഉണ്ടാക്കി വരികയാലും ചിലപ്പോൾ അവർക്ക് അത് മനസ്സിൽ പിടിച്ച് കഴിക്കാൻ പറ്റില്ല. ബിക്കോസ് ആ ഒരു സറൗണ്ടിങ്സ് നമ്മളൊന്ന് വാച്ച് ചെയ്യും അല്ലെ, ഏത് രീതിയിലൊക്കെയാണെന്ന് നമുക്കത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ. ഇപ്പൊ അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാ കിച്ചൺസ് ഒക്കെ ഇപ്പൊ ഓപ്പൺ കിച്ചൺസ് ആക്കി മാറ്റി കഴിഞ്ഞു. ഇവൺ റെസ്റ്റോറന്റുകൾ പോലും അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കാണിക്കുക. ബിക്കോസ് ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല വിഭവസമൃദ്ധമായ ഒത്തിരി നല്ല ടേസ്റ്റിയും ഭയങ്കര സ്മെല്ലൊക്കെ പുറത്തേക്ക് വരുന്ന നമ്മളെല്ലാവരെയും അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രിപ്പയർ ചെയ്യുന്ന ഇടം ഏത് രീതിയിലാണ്, എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവർ വാഷ് ചെയ്യുന്നത്, ക്ലീൻ ചെയ്തൊക്കെ ശരിയായ രീതിയിലാണോ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കഴിക്കാൻ തോന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇവർ മേക്ക് ഷുവർ ചെയ്യണം. കാരണം രോഗികളാണ് ഹോസ്പിറ്റൽസിലുള്ളത്. ആ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും അവരുടെ രോഗം വർദ്ധിക്കാനായിട്ട് ഇടവരുത്തരുത്. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. മാത്രമല്ല they are responsible for the supervision and also supply of food to all the staffs and patients, those who are delivering the food. ഈ ഫുഡ് ഡെലിവർ ചെയ്യുന്ന ആളുകളിൽ കൃത്യമായിട്ട് സ്റ്റാഫിനും പേഷ്യൻസിനും ഒക്കെ എത്തിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ മാനേജ് ചെയ്യേണ്ടത് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതൊക്കെയാണ് ഇവരുടെ റെസ്പോൺസിബിലിറ്റി. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. മനസ്സിലായോ എന്താണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്ന്? മനസ്സിലായോ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ആ ഓരോ സെന്റൻസുകൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ദാറ്റ്സ് ഓൾ. ഫുഡ് ഇൻപേഷ്യൻസിനും ഫാമിലി മെമ്പേഴ്സിനും സ്റ്റാഫിനും ഒക്കെ ന്യൂട്രീഷണൽ ഫിറ്റ് അക്കോർഡിംഗ് ടു ന്യൂട്രീഷണൽ മെനു പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടി. അടുത്തതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക്, MSW എന്ന് പറയുന്നതാണ് അടുത്തത്. അതായത് ഇത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് സർവീസ്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് സോഷ്യൽ വർക്കേഴ്സ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഒരു സാമൂഹ്യ പ്രവർത്തനം, സാമൂഹ്യ സേവനം എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റൽസിൽ എന്ത് ചെയ്യുന്നത് ഉള്ളത്. അതായത് നമ്മളിപ്പോ ഹോസ്പിറ്റൽസിൽ പോകുന്നു, ഒരു പേഷ്യന്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നമ്മുടെ രോഗവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും നമുക്ക് പല പല സ്ഥലത്ത് ചെല്ലേണ്ടി വരും. ഇപ്പൊ ഡോക്ടറെ കാണേണ്ടി വരും, മരുന്ന് വാങ്ങിക്കേണ്ടി വരും, അല്ല നിങ്ങൾക്ക് വേറെ എന്താണ്ട് ടെസ്റ്റ് ഒക്കെ ഉണ്ട്, പറ്റും വലിയ ടെസ്റ്റ് ഒക്കെ ഉണ്ട്, അപ്പൊ അവിടെ പോകേണ്ടി വരും. സോ സം പേഷ്യൻസ് ആർ എന്താ പറയാ കൺഫ്യൂസ്ഡ് അബൌട്ട് വേർ ടു ഗോ. ഈ ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ഡോക്ടർ കണ്ടു, പിന്നീട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, പക്ഷെ അവർക്കത് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് ഇനി അടുത്ത സ്റ്റെപ്പിൽ എടുക്കേണ്ടത് എന്ന് അറിയില്ലാത്തൊരു സിറ്റുവേഷനിൽ വരിക. അതായത് മെന്റൽ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുക. അവര് പല തരത്തിലുള്ള ചലഞ്ചസും ഇത്തരം ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാവരുമല്ല, ചില ആളുകൾക്ക് അവർക്കറിയില്ല അടുത്തത് എന്താ ചെയ്യുന്നത്. ഇപ്പൊ ഡോക്ടറെ കണ്ടു, ഡോക്ടർ ഇന്ന കാര്യമൊക്കെ ചെയ്യാനൊക്കെ അവർ നിർദ്ദേശിച്ചിട്ട് പോകും, നമ്മളോട് പുറത്തു പോകും. നമ്മൾ പുറത്തു പോകണമല്ലോ നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോ. ഇനി അടുത്തത് ഇനി ബാക്കി കുറെ കാര്യങ്ങൾ നമ്മളായിട്ട് ചെയ്യേണ്ടതും ഉണ്ടായിരിക്കും. അപ്പൊ നെക്സ്റ്റ് പേഷ്യന്റ് അടുത്ത് ചെക്ക് ചെയ്യാനുള്ള ഡോക്ടേഴ്സ്, അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തേക്ക്. അപ്പൊ പിന്നെ ഇനി എങ്ങോട്ടൊക്കെ പോകണ്ടേ, ഡോക്ടർ ഇന്ന ടെസ്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് പോകണം. അത് മാത്രമേ അവർ പറയുള്ളൂ. അത് നമ്മൾ പിടിച്ചുകൊണ്ടൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്തൊന്നും ആക്കില്ല. ഇപ്പൊ നമ്മളെ ലാബ് ടെസ്റ്റ് ഉണ്ട്, റേഡിയോളജി ടെസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യണോ, ഈ എന്താ പറയാ എക്കോ കാർഡിയോഗ്രാം ചെയ്യണോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ അത് എവിടെയാണ്, അതെങ്ങനെ നമ്മൾ അവിടേക്ക് എത്തുക. അല്ലെങ്കിൽ ഉദാഹരണം മറ്റൊരു കാര്യം പറയാം, നമുക്കിപ്പോ ഒരു ഇൻഷുറൻസ് ഉള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം, മെഡിക്ലെയിം ഒക്കെ ഉള്ളവര്. അപ്പൊ നമ്മൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്, നമ്മൾ ക്യാഷ് കൊടുക്കുന്നില്ല, ഇൻഷുറൻസ് കമ്പനിയാണ് നമുക്ക് വേണ്ടിയിട്ട് ക്യാഷ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ക്ലെയിം ഒക്കെ ഉണ്ട്, അത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷെ ഈ ക്ലെയിമിന് വേണ്ടി വിച്ച് ഡെസ്ക്, ഏത് ഡെസ്കിലേക്ക് നമ്മൾ എത്തണം, അവിടെ എങ്ങനെ എത്തുക, അവിടെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഉണ്ടോ, അവിടെ എന്തെങ്കിലും പേപ്പർ കാണിക്കണോ, മറ്റു എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചില ആളുകൾക്ക് ബോധ്യമില്ല. അപ്പൊ അതെങ്ങനെ നമുക്ക് അവൈലബിൾ ആക്കാം, അങ്ങനെയുള്ള ചില സർവീസസ്, ചില സേവനങ്ങൾ ആവശ്യമാകുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ സോഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ, ഓവറോൾ പറയുകയാണെങ്കിൽ, ഈ പേഷ്യൻസ് അല്ലെങ്കിൽ പേഷ്യൻസിന്റെ കൂടെ വരുന്ന ആളുകള് ഫേസ് ചെയ്യുന്ന സൈക്കോ സോഷ്യൽ ഇഷ്യൂസ്
അല്ലെങ്കിൽ ചാലഞ്ചസ് ഇവർ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. മെഡിക്കൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഉദ്ദേശം അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി, അതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് മെഡിക്കൽ സോഷ്യൽ സർവീസ് ഓർ മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്? ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു സേവനമാണ്. അതായത് ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് യാതൊരു കാരണവശാലും അവര് ഭയങ്കരമായ എന്താ പറയാ ബുദ്ധിമുട്ടുകളും ഇതൊക്കെ സഹിച്ച് പുറത്തേക്ക് പോകാൻ പാടില്ല. സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകണം. കാരണം നമ്മൾ അവരെ അവിടെ പകച്ചു നിൽക്കുമ്പോൾ നമ്മളെ സഹായിക്കാൻ എന്താണ് ഏതാണ് എന്ന് അറിയാൻ അവിടെ അതൊക്കെ ഉണ്ടാവും. അവരവിടെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഓരോ ഫ്ലോസിലൊക്കെ ഉണ്ടാക്കും. നമ്മൾ എന്താണ് നമുക്ക് അറിയില്ല. ചിലപ്പോൾ അവരുടെ ടാഗിൽ ഉണ്ടാവും അങ്ങനെ ഒരു പേരോ അല്ലെങ്കിൽ അപ്പൊ ചിലപ്പോൾ അല്ലെങ്കിൽ ഡോക്ടർ ഇവിടെയുള്ള ആളുകൾ തന്നെ നമ്മളോട് സജസ്റ്റ് ചെയ്യും ഇന്ന ആളാണ് ഇതുമായി ബന്ധപ്പെട്ടത്, മെഡിക്കൽ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇന്ന ആളാണ്, സോ യു കോണ്ടാക്ട്, അവരെ ചെന്ന് കോണ്ടാക്ട് ചെയ്യൂ, ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവര് കാണിച്ചു തരാം. അത് അവരാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ് അവർക്ക് ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ സേവനം എന്ന രീതിയിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് മെഡിക്കൽ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. ഇന്ന് ഇത് ഒരു വലിയ കോഴ്സായിട്ടൊക്കെ ആൾക്കാർ പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുറത്തൊക്കെ എബ്രോഡിലൊക്കെ ഒരുപാട് ചാൻസസ് ഉള്ള ഒരു കോഴ്സാണ് MSW എന്ന് പറയുന്നത്. ഒരു കോഴ്സ്, അതിന്റെ ഡിപ്ലോമയും അതുപോലെ PG ഒക്കെ എടുത്ത ആളുകൾ പുറത്തൊക്കെ നല്ല നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് സാലറീസിലൊക്കെ, നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനൊക്കെ പോലെ തന്നെ. ഓക്കെ, ഇനി എന്താ പറയാ, ഇനി ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ ഇവരെന്താ പറയാ നമ്മളുടെ MSW അല്ലെങ്കിൽ മെഡിക്കൽ സോഷ്യൽ വർക്ക് ചെയ്യുന്നവര് ലിങ്ക് ബിറ്റ്വീൻ ദ ഡോക്ടേഴ്സ് ആൻഡ് ദ പേഷ്യന്റ് ഓർ ഫാമിലി മെമ്പേഴ്സ്. അതായത് ഇവരെ ശരിക്കും പറഞ്ഞൊരു ലിങ്ക് അല്ലെങ്കിൽ ഒരു പാലം എന്നതുപോലെ പറയാം. കാരണം ഡയറക്ട്ലി ഈ പേഷ്യന്റിന് ഫേസ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ഡോക്ടേഴ്സിന്റെ അടുക്ക് എത്താനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് എത്താനോ ഉള്ള ഒരു ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരെ ലിങ്ക് ചെയ്യിപ്പിക്കുന്ന ഒരു പാലം പോലെ. അപ്പൊ ഇവര് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, നമ്മൾ അതനുസരിച്ച് ചെയ്യുന്നു. അതാണ്. അപ്പൊ ലിങ്ക് ആയിട്ട് നമുക്ക് എന്താ പറയാ ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ അവർക്ക് ഒരു നല്ലൊരു ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളിൽ നമുക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി തരേണ്ടത് എന്നൊക്കെ അവർക്കറിയാം. അപ്പൊ ആ രീതിയിൽ നമ്മൾ പ്രവർത്തിപ്പിച്ച് നമ്മളുടെ ഒരു ആ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നമ്മളെ നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് തിരിച്ചു പോകുന്ന രീതിയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യാം. നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പിയാണ്. ഇത് എയിംസ് അറ്റ് പ്രൊവൈഡിങ് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ്, അതായത് റീഹാബിലിറ്റേഷൻ പേഷ്യൻസ് വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് കൂടുതലും നമ്മളുടെ ഫിസിയോതെറാപ്പി. അതായത് രോഗങ്ങൾ ഈ നമ്മുടെ ഒരു വശമൊക്കെ തളർന്നു പോകുക, അല്ലെങ്കിൽ എല്ലുകൾക്കൊക്കെ പണ്ട് ഉണ്ടായിരുന്ന എന്തെങ്കിലും ആക്സിഡൻസിലോ മറ്റു കാര്യങ്ങളിലോ വീഴ്ചയിലൊക്കെ വലിയ ഇഞ്ചുറീസ് ഒക്കെ ബോൺസിനുണ്ടായിട്ട് അതൊക്കെ പിൽക്കാലത്ത് പിന്നീട് ഭയങ്കര വേദനകളായിട്ട് എപ്പോഴും വേദനയായിട്ട് ഇങ്ങനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് പുനരധിവസിപ്പിച്ചിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിസിയോതെറാപ്പി. ഇത് മോസ്റ്റ്ലി ലിങ്ക്ഡ് ബിറ്റ്വീൻ വിത്ത് ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മുടെ എല്ല് സംരക്ഷണ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട പഠിക്കുന്നുണ്ട്. MSW അല്ലേ? അതെ അതെ, നല്ലതാണ്. എന്റെയും കസിൻസ് ഒക്കെ 1-2 പേരൊക്കെ പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ട് ന്യൂസിലാൻഡിലൊക്കെ. ഈ MSW എടുത്തിട്ടാണ് ആ കുട്ടികളൊക്കെ പോയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള ജോബാണ്, നല്ല ഇതുമുണ്ട്. ഫിസിയോതെറാപ്പി ഉണ്ട്. ഓക്കെ, ഫിസിയോതെറാപ്പിയും ഒരു ഇപ്പൊ അല്ലെങ്കിലും ഓരോ നമ്മൾ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ഭാഗങ്ങളുണ്ടോ ഈ ഭാഗങ്ങളെ കുറിച്ചൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കുന്ന മേഖലകളുണ്ട്. ഫിസിയോതെറാപ്പിയൊക്കെ ഇപ്പൊ ഭയങ്കര വൈഡായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ന് ഹെൽത്ത് കെയർ നമ്മൾ അതുകൊണ്ട് തന്നെയുള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് കുറച്ചുകൂടി എളുപ്പമുള്ളതുമായിട്ടുള്ളതും കുറച്ച് ദൈർഘ്യം കുറഞ്ഞതുമായിട്ടുള്ള ഈ കോഴ്സ് പഠിക്കാനുള്ള കുറെ മെയിൻ കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഇന്നത് കഴിഞ്ഞാൽ ഡിഗ്രി അല്ലെ, ഇപ്പൊ ആണെങ്കിൽ ഡിഗ്രി ആണെങ്കിൽ ഇനി 4 years ഒക്കെ ആക്കി മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ വീണ്ടും നമ്മളുടെ ആ ഒരു എന്താ പറയാ ഈ ഡ്യൂറേഷൻ ഇങ്ങനെ കൂടി വരികയാണ്. എളുപ്പം ജോലി കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ന് ആളുകൾ ഇങ്ങനെയുള്ള കോഴ്സസിനെ പലതും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? കൂടുതലും ഹെൽത്ത് കെയർ സിസ്റ്റത്തുമായിട്ട് അറ്റാച്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനൊക്കെ താല്പര്യം കാണിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻസ് ആണ് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇതൊക്കെ എടുത്ത് പഠിക്കുന്നത്. ഫിസിയോതെറാപ്പി ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. നമ്മുടെ വൈഡ് റേഞ്ച് ഓഫ് ബോഡി ഹീലിംഗിന് വേണ്ടിയിട്ട് ഹീലിംഗ് തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്ത് പേഷ്യൻസിന്റെ എന്താ പറയുക ബോൺസും അതുപോലെ സ്ട്രക്ചറും ഒക്കെ നോർമൽ ഫംഗ്ഷനിൽ നിലനിർത്തുക എന്നുള്ളതാണ് ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ജോലി. മാത്രമല്ല ഇറ്റ് പ്രൊവൈഡ്സ് ഇൻ പേഷ്യൻസ് ആൻഡ് ഓൾസോ ഔട്ട് പേഷ്യന്റ് സർവീസസ്.
വേണമെങ്കിൽ കിടന്ന് ചികിത്സിക്കാം. ഔട്ട് പേഷ്യന്റ് വേണമെങ്കിൽ വന്നു പോയൊക്കെ നിൽക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ചില പേഷ്യൻസിന് അങ്ങനെ എപ്പോഴും കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് അവർക്ക് തെറാപ്പീസ് കൊടുക്കുന്നത്. വന്നു പോയി പറ്റുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. കാലിനൊന്നും വലിയ പ്രശ്നമില്ല എങ്കിൽ തെറാപ്പീസ് നമുക്ക് ഔട്ട് പേഷ്യന്റ് തലത്തിലും ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലിങ്ക് ആണ്. റിഹാബിലിറ്റേഷൻ പേഷ്യൻസിനെ എയിം ചെയ്തിട്ടുള്ളതാണ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്നത്. ആൻഡ് ഇവരുടെ പ്രധാനമായിട്ടും ഇവര് ഹെൽപ്സ് ദ പേഷ്യൻസ് ടു മേക്ക് ദെയർ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ ബോഡി പാർട്സ്, അല്ലെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നോർമൽ ഫങ്ഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി ട്രീറ്റ്മെന്റുകളിലൂടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? Okay, yes. Next one, അടുത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. ഓക്കെ, എന്താണ് ഫാർമസി? Every hospital should be well equipped with a pharmacy, hospital pharmacy, which provides drugs and other pharmaceuticals in a hospital. ഒരു ഹോസ്പിറ്റലിൽ ആവശ്യമായ മെഡിസിൻസ്, ഡ്രഗ്സ്, അതുപോലെ ഫാർമാസ്യൂട്ടിക്കൽസ്, മരുന്ന് സംബന്ധമായിട്ടുള്ള ചില ഉപകരണങ്ങൾ, ഉദാഹരണം നമ്മുടെ നെബുലൈസ് ഒക്കെ ചെയ്യുന്ന മെഷീൻസ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ എല്ലാ ഹോസ്പിറ്റൽസിലും എക്യുപ്ഡ് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മളുടെ ഫാർമസി എന്ന് പറയുന്നത്. ഫാർമസിനെ കുറിച്ചിട്ട് നമുക്ക് ചാപ്റ്റർ തന്നെ പഠിക്കാനുണ്ട്. അതിന് നമുക്ക് ഭയങ്കര എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാൻ തന്നെ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇനി ഇത് പ്രൊവൈഡ്സ് മെഡിക്കേഷൻസ് ടു ദ പേഷ്യൻസിന്റെ മരുന്നുകൾ കൊടുക്കുന്നു. നോട്ട് ഓൺലി മെഡിസിൻസ് ബട്ട് ഓൾസോ പ്രൊവൈഡ് ഡ്രഗ്സ് ആൻഡ് മെനി ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളും ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റുകളും മരുന്നുകളും സർജറിക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഡ്യൂട്ടി. അല്ലെങ്കിൽ ഫാർമസിയിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ഡ്രഗ്സ്, അതുപോലെ മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സർജറീസ്, ഇത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ടാകണം ഹോസ്പിറ്റൽസിന്റെ ഫാർമസിയിൽ. ഇനി എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ ഫാർമസി വിൽ ബി റൺ ബൈ ദ ഫാർമസിസ്റ്റ്. ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. ആൻഡ് ഇതിന്റെ സർവീസസ് എന്തൊക്കെയാണ്? ഹോസ്പിറ്റലിന്റെ ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് പർച്ചേസിംഗ്, സപ്ലൈയിങ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ മെഡിക്കേഷൻസ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്. ഒരു ഹോസ്പിറ്റലിൽ വേണ്ട മരുന്നുകളൊക്കെ വാങ്ങിച്ചു വെക്കുക, അത് സപ്ലൈ ചെയ്യുക, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് ആദ്യത്തെ ഒരു സർവീസ് എന്ന് പറയുന്നത്. ഫാർമസിക്കാരാണ് ഇത് ചെയ്യേണ്ടത്. ഹോസ്പിറ്റൽസിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടോ അവിടേക്കൊക്കെ വേണ്ട മരുന്നുകൾ ഏതൊക്കെയാണ് എന്ന് അതനുസരിച്ച് അതിന്റെ കമ്മിറ്റി പറയും ഇന്ന മരുന്നുകളൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇപ്പൊ ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള മരുന്നുകളൊക്കെ എഴുതിയെടുത്ത് അതൊക്കെ കൃത്യമായിട്ട് കൊണ്ടുവന്ന് പർച്ചേസ് ചെയ്ത് ഹോസ്പിറ്റൽസിൽ സൂക്ഷിക്കണം, സ്റ്റോർ ചെയ്യണം. അതൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മാത്രം പോരാ, ആവശ്യക്കാർക്ക് അത് കൊടുക്കണം, സപ്ലൈ ചെയ്യണം, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതൊക്കെ ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയാണ്. രണ്ടാമത്തേത് ഇൻപേഷ്യന്റ് ആൻഡ് ഔട്ട് പേഷ്യന്റ് ഡിസ്പെൻസിംഗ്. അതായത് ഇൻപേഷ്യൻസിന് കിടന്ന് ചികിത്സിക്കുന്നവർക്കും മെഡിസിൻസ് കൊടുന്ന് കൊടുക്കും, ഔട്ട് പേഷ്യൻസ് ആയവർക്കും മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാർമസിയിൽ നിന്ന് തന്നെയാണ്. ആൻഡ് ഓൾസോ ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസി. ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കൽ തലത്തിൽ, അതായത് ഔട്ട് പേഷ്യൻസ് ഒക്കെ വന്ന് നമ്മളൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് മെഡിസിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് നമുക്ക് കളക്ട് ചെയ്യാവുന്ന സ്ഥലം, അത് ഹോസ്പിറ്റലിന്റെ ഫാർമസി. ഇനി വാർഡ് ഫാർമസീസ് ഉണ്ട്. വാർഡിന്റെ അവിടെയൊക്കെ ഒരു ചെറിയ ഫാർമസി പോലെ, അതായത് നമ്മുടെ ഈ ക്ലിനിക്കൽ ഫാർമസിയിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന മരുന്നുകൾ തന്നെയാണ്. അതിന് വേണ്ടിയിട്ട് ആ വാർഡിൽ കിടക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി നേരം തെറ്റിപ്പോകാതെ വാർഡിൽ കിടക്കുന്ന രോഗികളുണ്ട്. ചിലപ്പോൾ അവർക്ക് എല്ലാവർക്കും ഏതൊക്കെ മരുന്ന് ഏതൊക്കെ സമയത്ത് കഴിക്കണമെന്ന് അറിയാവുന്നവരുണ്ടായിരിക്കില്ല. ചില ആളുകൾക്ക് വാർഡില് കൂട്ടു നിൽക്കാനൊക്കെ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് ആരും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ എന്താ പറയാ, ആരും കൊടുക്കാനൊന്നും ഇല്ല എങ്കിൽ ഇങ്ങനെയുള്ള മരുന്നുകളെല്ലാം അവിടെ കൊണ്ടുവന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ട് നേരത്തിന് ഇപ്പൊ ചിലപ്പോൾ ഫസ്റ്റ് മോർണിംഗിൽ കൊടുക്കേണ്ടത് അത് അവിടെ കൊണ്ടുപോയി വാർഡിൽ പേരുകളൊക്കെ നോക്കി കൃത്യമായിട്ട് നോക്കി റെഫർ ചെയ്ത് മറ്റു പ്രാവശ്യം നോക്കിയാൽ പറ്റില്ല. ചിലപ്പോൾ ഒരേ പേരിലുള്ള രണ്ടാൾക്കാരൊക്കെ രോഗികളായിട്ട് വിവിധ രോഗമായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പൊ ആ പേഷ്യന്റിന് കൊടുക്കേണ്ടത് ഇപ്പുറത്തെ പേഷ്യന്റ് കൊടുത്തത് ഇപ്പുറത്തെ ഉള്ള ആൾക്ക് മറ്റേത് കൊടുത്ത് അങ്ങനെയൊക്കെ വരുമ്പോ ക്ലാഷ് ഒക്കെ വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ആകും. അപ്പൊ അതൊന്നും ഇല്ലാതെ കുറെ പ്രാവശ്യം റെഫർ ചെയ്ത് കൃത്യമായിട്ട് അത് നോക്കി എടുത്ത് വെച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്ലിനിക്കൽ മാത്രമല്ലാതെ വാർഡിലും ഫാർമസീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ക്ലിനിക്കൽ ആൻഡ് വാർഡ് ഫാർമസീസ് ഉണ്ട്. ആൻഡ് അവസാനത്തേത് ഡോക്ടേഴ്സ് യൂഷ്വലി ഹാവ് എ സെറ്റ് ഓഫ് പ്രൊസീജിയേഴ്സ് വിച്ച് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഓർ ആസ് എ ക്യാൻ ബി യൂസ്ഡ് ആസ് എ ഗൈഡ് ഫ്രം ദ ഫാർമസി. ഇനി ഡോക്ടേഴ്സ് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ ഫാർമസിയിൽ ഇരിക്കുന്ന മരുന്നുകൾ അതിന്റെ ഒരു ഗൈഡ് പോലെ
ഫാർമസിക്കാര് ഡോക്ടർമാർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ച് നോക്കിയിട്ടാണ് അവര് ഏതൊക്കെ മരുന്നുകൾ ഡോക്ടേഴ്സ് പേഷ്യൻസിന് കുറിക്കണമെന്ന് ആലോചിക്കുക. കാരണം ഇപ്പൊ ഒരേ എന്താ പറയാ ഫങ്ഷൻ ആയിട്ടുള്ള മരുന്നുകളുണ്ട്, പക്ഷെ കമ്പനി വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളുടെ പനിക്ക് അല്ലെങ്കിൽ ചുമക്കൊക്കെ ഇന്ന മരുന്ന് വേണമെങ്കിൽ കൊടുക്കാം, ഇന്ന എന്താ പറയാ നമ്മളുടെ ആന്റിബയോട്ടിക്കുകൾ പ്രൊവൈഡ് ചെയ്യാം, പക്ഷെ കമ്പനി ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ചില ആളുകൾക്ക് കമ്പനി അങ്ങനെ മാറി കൊടുക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും. അപ്പൊ കമ്പനി മാറി കൊടുക്കണമെങ്കിൽ തന്നെ അത് എന്താ പറയാ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും. അപ്പൊ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യാത്ത രീതിയിലുള്ള മരുന്നുകളാണെങ്കിൽ ഇപ്പൊ രോഗികൾ അത് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇത് കമ്പനി മാറി എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഫാർമസിയിൽ അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പുറത്ത് വാങ്ങിക്കുമ്പോ, പുറത്ത് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങിക്കുമ്പോൾ അവർ ഇങ്ങോട്ട് പറയും എന്താണ് ഇത് തന്നെയാ മരുന്ന്, പക്ഷെ ഇതിനകത്ത് കമ്പനി വ്യത്യാസം ഉണ്ട് കേട്ടോ എന്ന് അവർ ജസ്റ്റ് നമ്മളൊന്ന് ഇൻഫോം ചെയ്യും. അപ്പൊ നമുക്ക് കുഴപ്പമില്ല എങ്കിൽ മാത്രമാണ് നമുക്ക് തരിക. അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറയും, അവരെടുത്ത് പറയും, അല്ലാതെ പറയാതെ അവർ തരില്ല. അതേ മരുന്ന് തന്നെ അല്ല, അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്താ പറയാ നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്ന മരുന്നാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലെ, ഈ മരുന്ന് അല്ലല്ലോ ഇതല്ലല്ലോ ഞാൻ കഴിക്കാറെന്ന് മനസ്സിലാകുമല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ടായാലും ചോദിക്കും. അല്ലാതെ തന്നെ അവർ ഇങ്ങോട്ട് പറയും ഇത് കമ്പനി വ്യത്യാസമാണ്, അപ്പൊ അത് കൊണ്ടുപോകണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം. യൂഷ്വലി അവർ പറയും അത് നമ്മളോട്. ഇപ്പൊ ഹോസ്പിറ്റൽസിലാവുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഡോക്ടേഴ്സ് എന്ത് ചെയ്യും, അവിടെ ഇരിക്കുന്ന കമ്പനി ഏത് മരുന്നാണോ മറ്റേ തീർന്നെങ്കിൽ അതേ കാര്യം തന്നെ, അതേ എന്താ പറയാ മരുന്ന് തന്നെയാണെങ്കിൽ അവർക്ക് മറ്റേ കമ്പനിയുടേത് മാറിക്കൊടുക്കാം. അപ്പൊ അവിടെ ഇരിക്കുന്ന സെറ്റ് ഓഫ് മെഡിസിൻസ് ഒക്കെ ഏതാണെന്ന് അവർക്ക് അറിയണം. ഡോക്ടേഴ്സ് എപ്പോഴെപ്പോഴും പോയി ഫാർമസിയിൽ പോയി തിരക്കില്ല. ഫാർമസിക്കാരാണ് ഒരു ഗൈഡ് പോലെ ഇത് കൊടുക്കണ്ടേ, ഏതൊക്കെ മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ആയിട്ട് ഇരിക്കുന്നത്, ഇന്ന കമ്പനി തീർന്നു അടുത്ത കമ്പനിയാണുള്ളത്. അപ്പൊ ദേ ക്യാൻ പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ് അക്കോർഡിംഗ് ടു ദാറ്റ് പ്രൊസീജിയർ. ആ ഒരു ഗൈഡ് നോക്കി അവർക്ക് എന്ത് ചെയ്യാം, ഡോക്ടേഴ്സിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും മെഡിസിൻസ്. ഓക്കെ, അതാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ ഫാർമസിക്കാരുടെ ചുമതലയാണത്. എന്തൊക്കെ മരുന്നുകൾ അവിടെ ഉണ്ടെന്ന്, ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ തീർന്നു പോയി എങ്കിൽ അതൊക്കെ നമ്മുടെ ഡോക്ടേഴ്സിനെ ഇൻഫോം ചെയ്യണം. എന്നാലാണ് അവർ ഇനി അതിന്റെ കമ്പനി മാറി വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഫാർമസിയുടെ എന്താ പറയാ സർവീസസ്. ഫാർമസി പ്രൊവൈഡ് ചെയ്യുന്ന എന്താ പറയാ കണ്ടന്റ് സെയിം ആണെങ്കിൽ കൊടുക്കാം, കൊടുക്കണതിന് കുഴപ്പമില്ല. കൊടുക്കണമെന്ന് പറഞ്ഞില്ല, കൊടുക്കണില്ല എന്ന് അല്ലെങ്കിൽ കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ എന്ന രീതിയിൽ മെഡിക്കൽ ഷോപ്പുകാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അത് ഇല്ലേ, നിങ്ങൾക്ക് പറയാറില്ലേ, ഞങ്ങളുടെ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പുകാർ പറയും ഇല്ലേ, പറയാറില്ലേ ഇത് വരുന്നത് തന്നെയാ പക്ഷെ കമ്പനി വ്യത്യാസം ഉണ്ട് എന്ന് ഇൻഫോം ചെയ്യാറില്ലേ, അത് തന്നെ ഇങ്ങോട്ട് എടുത്ത് തരുമോ, അങ്ങനെ പറയാറുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ മെഡിക്കൽ ഷോപ്പുകാരൊക്കെ തരാറുണ്ട്. ഹോസ്പിറ്റൽസിലാവുമ്പോ ആ ഒരു പറച്ചിലിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഡോക്ടർ എഴുതുന്നതല്ലേ, മനസ്സിലായ ഡോക്ടർ എഴുതുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് ഇൻഫോം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡോക്ടേഴ്സ് അവരുടെ ഉത്തരവാദിത്തമാണ് മരുന്ന് കൊടുത്ത് പേഷ്യന്റിന്റെ രോഗം മാറ്റുക എന്നുള്ളത്. അത് ഹാംഫുൾ ആകുന്ന രീതിയിലുള്ള മരുന്ന് എന്തായാലും ഡോക്ടർമാർ എഴുതില്ല. ഓക്കെ, അപ്പൊ അവർക്കറിയാം അത് കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട്. പക്ഷെ പുറത്തുള്ള ഫാർമസിയിൽ നിന്ന് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞ് ഇനി അതിലെന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, അവരുടെ പേരിൽ കംപ്ലൈന്റ് വരും. കാരണം മരുന്ന് അവിടെ വാങ്ങിച്ചേ, അപ്പൊ നോക്കുമ്പോ എന്താ ഇതാണ് മരുന്ന് പക്ഷെ ഇതാണ് കൊടുത്തേ. അത് അവർക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാകണം. അപ്പൊ ഞാൻ പറയാണ് എനിക്ക് ആ മരുന്ന് തന്നെ മതി, കുഴപ്പമില്ല, കമ്പനിയിലെ വ്യത്യാസമുള്ളൂ. അത് ആഫ്റ്റർ ഓൾ അത് എന്റെ ഉത്തരവാദിത്തത്തിൽ റിസ്കിൽ ഞാൻ എടുത്തോണ്ട് പോരുന്നു. ഇനി ചില ആളുകളിൽ ചില മരുന്നുകൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ചില ആളുകളിൽ അതൊരു റിയാക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ടൊക്കെയാണ്. ഓക്കെ, അപ്പൊ അത് അവർ ഇൻഫോം ചെയ്യുന്നു ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. മെഡിക്കൽ ഷോപ്പുകാരെ എന്തായാലും ഇൻഫോം ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ ഹോസ്പിറ്റൽസിൽ അതിന്റെ ഒരു ഇൻഫർമേഷൻ ആവശ്യമില്ല. കാരണം ഹോസ്പിറ്റലിൽ ഒരു കമ്പനിയുടെ മരുന്ന് ഏതെങ്കിലും ഒരെണ്ണം തീർന്നു പോയാൽ ഡോക്ടേഴ്സ് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഫാർമസിയിൽ നിന്ന് കിട്ടുന്നതനുസരിച്ച് ആ കമ്പനി മാറ്റി കൊടുക്കും. ഇനി ആ പനിയുടെ ഇന്ന മരുന്നുകളാണ് കൊടുത്തോണ്ടിരുന്നത്, ഇപ്പൊ നമുക്ക് ആ മരുന്ന് ഇവിടെ അവൈലബിൾ അല്ല, അപ്പൊ നമുക്ക് ആ കമ്പനി മാറ്റി കൊടുക്കാം. ഓൾറെഡി അതും പനിയുടെ മരുന്ന് തന്നെയാണ്. അപ്പൊ ഡോക്ടറുടെ റിസ്കില് ഡോക്ടർ കൊടുക്കുന്നു. കാരണം അവർക്കറിയാം ഇത് കഴിക്കുന്നത് കൊണ്ട് യാതൊരു സൈഡ് എഫക്ട് ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരം പേഷ്യൻസിന് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ അത് ഫാർമസിയിൽ നിന്ന് അവർക്ക് അതിന്റെ ഒരു ഗൈഡ് കിട്ടണം. ഓക്കെ, യെസ്, അപ്പൊ അതാണ് നമ്മുടെ ഫാർമസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകട്ടെ. ഓക്കെ, ക്ലിയർ ആണോ? ഫാർമസി മനസ്സിലായോ? യെസ്, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് അടുത്തത്. MRD എന്ന് നമുക്ക് ഷോർട്ട് ആയിട്ട് വിളിക്കാം. ദിസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഓൾ റെക്കോർഡ്സ് ഓർ ഫയൽസ് റിലേറ്റഡ് ടു ദ ഇൻപേഷ്യൻസ് ആസ് വെൽ ആസ് ഔട്ട് പേഷ്യൻസ്.
അതായത് വന്നു പോകുന്ന ഇൻപേഷ്യൻസ് ഔട്ട് പേഷ്യൻസ് ആയാലും ആരായാലും അവരുടെയൊക്കെ അവരെ സംബന്ധിക്കുന്ന ഡാറ്റാസ് ഒക്കെ എടുത്ത് റെക്കോർഡ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് സിസ്റ്റമാറ്റിക് ഓർഡറിലാക്കി വെക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണ് MRDക്ക് ഉള്ളത്. മെഡിക്കൽ റെക്കോർഡിംഗ് ആണ്, റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ഡ്യൂട്ടി. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ എടുത്ത് എഴുതി സൂക്ഷിച്ച് കറക്റ്റ് ആയിട്ട് വെക്കാം. നവഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. പണ്ട് തുടങ്ങിയുള്ളതാണ് റെക്കോർഡിംഗ് ഒക്കെ. നമ്മൾ വിചാരിക്കും നമ്മുടെ ജനറേഷനാണ് ഇതൊക്കെ ആദ്യമായിട്ട് കണ്ടുപിടിച്ചിരുന്നത്. അല്ല, പണ്ടത്തേതായ രീതിയിൽ അവൈലബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ അവർ പല രീതിയിലും എഴുതി വെച്ചിരുന്നു. ഇന്ന് ഈ രീതിയിലാണെന്ന് മാത്രം എന്ന് നമ്മൾ വിചാരിക്കേണ്ട, ഇനിയും നമ്മൾ അഹങ്കരിക്കേണ്ട. ഈ ഒരു ഇതോടുകൂടി നിന്നുപോയി. നമ്മൾ മാക്സിമം ടെക്നോളജികൾ ഉപയോഗിച്ചവരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനിയും എന്താണ് ഡെവലപ്മെന്റുകൾ ടെക്നോളജിന്ന് വരും അല്ലെ. അപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വീണ്ടും വരും. അപ്പൊ ഈ രീതി ആയിരിക്കില്ല. അപ്പൊ അവർക്ക് തോന്നും, ഓ ഇതൊക്കെ പഴഞ്ച രീതിയാണ്, ഏത് കമ്പ്യൂട്ടർ വെച്ചിട്ടുള്ള പഠനമൊക്കെ പഴഞ്ച രീതിയാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. അപ്പൊ ഒത്തിരി മാറ്റങ്ങളാണ്. ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ പല കാര്യങ്ങളും നമുക്ക് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. ഹോസ്പിറ്റൽസിൽ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ, അഡ്മിറ്റ് ചെയ്യപ്പെട്ട് നിൽക്കുന്ന ഇൻപേഷ്യൻസ് ആയിക്കോട്ടെ, അവരെ കുറിച്ചുള്ള ഡാറ്റാസ് മുഴുവൻ റെക്കോർഡ് ചെയ്ത് വെക്കുക. അതൊരു സിസ്റ്റമാറ്റിക് ഓർഡറിൽ വെക്കുക. സോ ദാറ്റ് ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇൻഫോർമേറ്റീവ് ആകുന്ന രീതിയിൽ ഈസി ആക്സസിന് വേണ്ടിയിട്ടാണ്. എപ്പോ വേണമെങ്കിലും നമുക്കത് എടുത്ത് ഉപയോഗിക്കാം. ആൻഡ് ഫോർ സ്റ്റാറ്റിസ്റ്റിക് പർപ്പസ്, മെഡിക്കൽ കണക്കുകളൊക്കെ എന്താ പറയാ കണ്ടെത്തണമെങ്കിൽ, അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ എന്തെങ്കിലുമൊക്കെ നടത്തണമെങ്കിലും, അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഈസ് നെസസറി ഫോർ റെഫറൻസ്, ഫ്യൂച്ചർ റെഫറൻസ് പർപ്പസ്. അതായത് പിന്നീട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് റെഫർ ചെയ്യണമെന്ന് വിചാരിക്കുക, ചില കാര്യങ്ങളെ കുറിച്ച് റെഫറൻസുകൾ നടത്തണം. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നമുക്ക് ഈ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ എന്ത് കാര്യമാണെങ്കിലും റെക്കോർഡ് ചെയ്ത് വെക്കും. നമ്മളും പല കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് വെക്കാറില്ലേ, നമ്മുടെ ബ്രെയിനിൽ സൂക്ഷിക്കും കുറെയൊക്കെ. പക്ഷെ ഇന്ന് നമുക്ക് അതിനൊന്നും പറ്റാത്തതുകൊണ്ട് നമ്മൾ പലതും എവിടെയെങ്കിലൊക്കെ സേവ് ചെയ്ത് വെക്കും അല്ലെ. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കാറുണ്ട്. നമ്മൾ ഫോട്ടോസ് എടുക്കും, അത് സേവ് ചെയ്ത് വെക്കും. ഇപ്പൊ ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ടെടുക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറിന്റെ ഏകദേശം അതിന്റെ കുറെ അഡ്വാൻറ്റേജസ് ഉൾക്കൊള്ളുന്ന മൊബൈൽ ഫോണുകളിലാണെന്ന് മാത്രം നമ്മൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പല നോട്ടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഫോണിൽ ഫോട്ടോ എടുത്ത് വെക്കും, അല്ലെങ്കിൽ എന്താ പറയാ നമ്മൾ അതിന്റെ ലിങ്ക് എടുത്തിട്ട് സൂക്ഷിച്ചു വെക്കും. അപ്പൊ നമുക്ക് പിന്നീട് എപ്പോ വേണമെങ്കിലും നമുക്ക് അതെടുത്ത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹോസ്പിറ്റൽസിലും അങ്ങനെ തന്നെ പേഷ്യൻസിനെ സംബന്ധിക്കുന്ന ഡാറ്റാസ് ആവശ്യമുണ്ട്. ഇടയ്ക്ക് എന്തെങ്കിലും ഇന്ന പേഷ്യൻസ് ഇന്ന രോഗവുമായിട്ടാണ് അന്ന് വന്നത്, ആൾക്ക് എന്ത് രോഗമായിരുന്നു, ഇവരുടെ പഠനങ്ങൾക്ക് വിധേയമാക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. ഡോക്ടേഴ്സിന് തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പുതിയ ഇൻവെസ്റ്റിഗേഷൻസ് റിസർച്ച് ഒക്കെ നടത്തണമെങ്കിൽ മേക്ക് യൂസ് ദിസ് റെക്കോർഡ്സ്. ഇത്തരം റെക്കോർഡുകളൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കാം. ക്ലിയർ ആണോ? മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് MRD ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ മെയിന്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. സി there are different types of different equipments which are used in the hospital. ഹോസ്പിറ്റല് ഒരു നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താണ്, ഹോസ്പിറ്റലിനെ ഒരു ഓപ്പറബിൾ കണ്ടീഷൻസിലേക്ക് ആക്കണം. ഓപ്പറബിൾ കണ്ടീഷൻസ് പറഞ്ഞാൽ ഓപ്പറേറ്റബിൾ കണ്ടീഷൻസ്, അതായത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ ഓപ്പറബിൾ കണ്ടീഷൻ ആകുള്ളൂ. ഹോസ്പിറ്റൽ മാത്രമല്ല, ഏത് കാര്യമായാലും എല്ലാം സ്മൂത്ത് ആണ്. ഇപ്പൊ നമ്മുടെ വീടുകളിൽ തന്നെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് പൈപ്പ് ഓൺ ചെയ്ത് ഒന്ന് മുഖമൊക്കെ കഴുകി രാവിലെ തന്നെ അടുക്കളയിൽ കയറി ഒരു ചായ ഇടാം. അപ്പൊ പൈപ്പ് ഓൺ ചെയ്ത് വെള്ളം എടുക്കണം. ഓക്കെ, അപ്പൊ ഈ സമയത്ത് ഈ പറയുന്ന പൈപ്പാണ് ഈ ഓൺ ചെയ്യണം ആദ്യം തന്നെ എന്തായാലും അല്ലെ. അത് ഓൺ ചെയ്യുമ്പോൾ അതിനകത്ത് വെള്ളം പറ്റില്ല എന്ന് വിചാരിക്കാം. സോ ദാറ്റ് എന്ത് പറ്റും, എല്ലാ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തകിടം പറയും അല്ലെ. സമയമൊക്കെ പിന്നെ മാറി കുളവും, പിന്നെ അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം നെട്ടോട്ടം മട്ടോട്ടത്തിൽ കിടന്ന ആൾക്കാർ ഓടാൻ തുടങ്ങും. കാരണം എല്ലാം ഡിസോർഡറെ. നമ്മൾ ചായ വെക്കാൻ വൈകും, ഭക്ഷണം ഉണ്ടാക്കാൻ വൈകും. അപ്പൊ അവിടെ എനിക്ക് പോകാൻ നേരമായി, അതില്ലേ ഇതില്ലേ എന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒച്ചപ്പാട്, കുട്ടികൾ അതിനേക്കാളപ്പുറം അല്ലെ. എല്ലാം കൂടി കിടന്നു വീട്ടിന്റെ അകത്ത് കിടന്ന് ഒരു നല്ല യുദ്ധമായിരിക്കും കുറച്ചു നേരത്തേക്ക് ഉണ്ടാകുക. അങ്ങനെ എല്ലാ ദിവസവും ഉള്ളത് അത് യുദ്ധം. ഒരു 10 മണി വരെ അല്ലെങ്കിൽ എല്ലാ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും 4 മണിക്ക് പോണ നേരം വരെ ഒരു യുദ്ധം ഉണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷെ ഇത്തരം ഒരു കണ്ടീഷൻസ് കൂടി വന്നാൽ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാം തകിടം മറിഞ്ഞ്. പിന്നെ ഇത് റിപ്പയർ ചെയ്ത് എടുത്തിട്ട് വേണം ബാക്കിയെല്ലാം A to Z നമുക്ക് തുടങ്ങാനായിട്ട് അല്ലെ. ബിഗിനിങ് തുടങ്ങി നമുക്ക് ആരംഭിക്കാനായിട്ട്. അപ്പോ അത്തരം ഒരു ചെറിയൊരു 3, 4, 5 ആൾക്കാർ മാത്രമുള്ള ഒരു വീട്ടില് ഇത്രയും ഡിസ്റ്റർബൻസ് ഈ ഒരു പൈപ്പ് കൊണ്ട് ഉണ്ടായാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ സാധനങ്ങളെ മെഷീൻസ് വർക്ക് ചെയ്യണേ.
ഇതിലേതെങ്കിലുമൊക്കെ മെഷീൻസ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയും ബ്രേക്ക് ഡൗൺ ആയി നിന്നാൽ ഓൾ തിങ്സ് വിൽ ഗോ റോങ് അല്ലെ, എല്ലാം എന്താവും മോശമായി, എല്ലാം എന്താ പറയാ നിന്ന് പോകുന്ന പോലെ അല്ലെ, സ്റ്റക്ക് ആകുന്ന പോലെ ആകും. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ മെഷീൻസ് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ ആകെ പ്രശ്നമാകും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ഓൾ എക്യുപ്മെന്റ്സ് ഓർ മെഷീനറീസ്, വെദർ എയർ കണ്ടീഷൻസ്, സ്റ്റീൽ വർക്ക്സ്, പിന്നെ പ്ലംബിങ്, എന്തായിക്കോട്ടെ, എന്ത് മെഷീൻസ് പോലെയുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം, എല്ലാം റിപ്പയറബിൾ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ എല്ലാം വർക്കിംഗ് കണ്ടീഷൻസിൽ ആക്കി വെക്കണം. എന്തെങ്കിലുമൊക്കെ റിപ്പയർമെന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ കൃത്യമായ റിപ്പയർമെന്റുകൾ നടത്തി സൂക്ഷിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തെങ്കിലും ബ്രേക്ക് ഡൗൺ ആകും. ചിലപ്പോൾ റിപ്പയറബിൾ കണ്ടീഷനിലായിരുന്നു അല്ലെങ്കിൽ എല്ലാം വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു, പെട്ടെന്നായിരിക്കും ഇതൊക്കെ ചിലപ്പോൾ ബ്രേക്ക് ഡൗൺ ആകുക. അപ്പൊ എന്ത് ചെയ്യണം, പെട്ടെന്ന് അത് നന്നാക്കാൻ പറ്റിയ, അത് റിപ്പയർ ചെയ്യാൻ പറ്റിയ ആളെ കോണ്ടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരെ വരുത്തി അത് ശരിയാക്കിപ്പിക്കുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി ആണുള്ളത് ആർക്ക്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിന്. അല്ലാതെ ഇവര് പോയി ചെയ്യണ്ട. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എന്തോരം മെഷീൻസ് ഉണ്ട്, പ്ലംബിംഗ് വർക്കുകളുണ്ട്, ഇലക്ട്രിസിറ്റി സംബന്ധമായ വർക്കുകളുണ്ട്. ഇതെല്ലാം കൂടി ഒരാളെ കൊണ്ട് നടക്കുവോ ചെയ്യാൻ? എല്ലാം പഠിച്ച ഒരാളുണ്ടാവുമോ? ഈ പറയുന്ന എല്ലാ മെഷീൻസിനെയും കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാൻ പറ്റിയ, റിപ്പയർ ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാകാൻ വഴിയില്ല അല്ലെ. അപ്പൊ ഇതിനൊക്കെ പ്രത്യേകം ആൾക്കാരുണ്ടാകും. അപ്പൊ അവരെയൊക്കെ കോൺടാക്ട് ചെയ്ത് അവരെയൊക്കെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് വെച്ചേക്കാം. ഇപ്പൊ ഇതിൽ ഏതെങ്കിലും മെഷീൻസ് ബ്രേക്ക് ഡൗൺ ആകുമ്പോ ആദ്യം ആൾക്കാർ വരുന്നത്, ഹോസ്പിറ്റൽസിലെ മറ്റേ ആൾക്കാർ വരുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കും. ഏത് മെഡിക്കൽ മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ആൾക്കാർ ഓടിയെത്തും. അവിടെ ഇന്ന സാധനം വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ തന്നെ അത് ശരിയാക്കി കൊടുക്കാൻ ആളെ കോൺടാക്ട് ചെയ്ത് വേഗം തന്നെ ആളെ അത് ചെയ്യിപ്പിക്കാം. അതിന് റെസ്പോൺസിബിൾ ആയിട്ട്, അതായത് ഇവര് പോയി ചെയ്യണമെന്നല്ല, ഇതിനൊക്കെ ചെയ്യിപ്പിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓക്കെ. And the next one is purchasing department. എന്താണ് അടുത്തത്? Purchasing department. And we know in the hospital, this department is responsible for purchasing all the supplies and equipments needed for the hospital. ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും സാമഗ്രികളും ഒക്കെ വാങ്ങിക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ പേരാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മെറ്റീരിയൽ മാനേജ്മെന്റ്. ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും അല്ലെ ഹോസ്പിറ്റൽസിൽ. ഒത്തിരി സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പല മെഷീൻസ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല എക്യുപ്മെന്റുകൾ ഉണ്ട്. മെഡിസിൻ വാങ്ങിച്ചു വെക്കണം, സൂക്ഷിക്കണം അല്ലെ. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ പേഷ്യൻസിന് കൊടുത്തുവിടാനായിട്ട് അതിന് മെഡിസിൻസ് വേണം. മെഡിസിൻസ് അല്ലാതെയുള്ള മറ്റ് ഇൻസ്ട്രുമെന്റുകൾ വേണം. ഒത്തിരി ഉണ്ട്. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ വാങ്ങിക്കേണ്ടി വരിക, പർച്ചേസ് ചെയ്യേണ്ടി വരിക, ആ വാങ്ങുന്നതൊക്കെ ഇവരിലൂടെ മാത്രമേ പോകുള്ളൂ. ആരിലൂടെ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത് നിന്നാ പറയുന്നത് എന്റെ സാധനം തീർന്നു, അത് വാങ്ങിക്കാനുണ്ട്. അപ്പൊ അവരതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യണം, ഇന്റന്റ് സമർപ്പിക്കണം, പർച്ചേസിംഗ് ഓർഡർ വെക്കണം, അത് പർച്ചേസ് ചെയ്യണം. ഓക്കെ. അപ്പൊ അത് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ആണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്. അത്രേ ഉള്ളത്. ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ പർച്ചേസിംഗ് ഓൾ ദ സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫോർ എ ഹോസ്പിറ്റൽ. അതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. മനസ്സിലായോ? മനസ്സിലായെങ്കിൽ പറയൂ. ഓക്കെ. നെക്സ്റ്റ് വൺ IT, ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന്റെയും അതുപോലെ ഇൻ പേഷ്യൻസ് ആയിക്കോട്ടെ ഔട്ട് പേഷ്യൻസ് ആയിക്കോട്ടെ എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കും. സോ അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജി. ഈ പറയുന്ന റെക്കോർഡ്സിൽ നിന്നൊക്കെ whenever we need, എപ്പോഴൊക്കെ നമുക്ക് ആവശ്യമുണ്ടോ, we can track the patient's records, patient's files and medical related affairs. എന്തൊക്കെയാണോ ഇതൊക്കെ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പോഴൊക്കെ നമുക്ക് ഈ ഇൻഫോർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് അതിലേക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അഫയേഴ്സും ഒക്കെ നമ്മളിങ്ങനെ ഹോസ്പിറ്റൽസിന്റെ ഇത്തരം കമ്പ്യൂട്ടേഴ്സിലൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഏതെങ്കിലും പേഷ്യന്റിനെ ട്രാക്ക് ചെയ്യണോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയണോ, അതുപോലെ തന്നെ സ്റ്റാഫ്സിന്റെ വേജ് പേയ്മെന്റ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചതുകൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഓൾസോ അപ്ഗ്രഡേഷൻ ഏറ്റവും എളുപ്പമാക്കുന്ന സാധനമാണ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ പുതിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കി പുതിയ പുതുമയിലേക്ക് കൊണ്ടുവരിക എന്ന് വെച്ചാൽ പുതിയ പേഷ്യൻസ് ഇപ്പൊ പണ്ട് വന്നു, അത് ഇനി വീണ്ടും വരുമ്പോ ആ ഡേറ്റിൽ നമ്മൾ ആൾക്ക് വീണ്ടും എന്താ പറയാ നമ്മള് കൺസൾട്ടേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാണ് അല്ലെ. പുതിയതായിട്ട് വീണ്ടും കുറെ നാൾ മുമ്പ് വന്നു, ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം വന്ന പേഷ്യന്റ് ആയിരിക്കും, ഇപ്പോഴാണ് പിന്നീട് ആ പേഷ്യന്റ് വീണ്ടും ആ ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പൊ നേരത്തെ ചീറ്റുള്ളതാണോ നമ്മൾ ചോദിക്കാറില്ലേ?
നേരത്തെ എപ്പോഴെങ്കിലും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ടോ ചോദിക്കാറില്ല. നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ചീട്ടുള്ളവരാണോ, ഉണ്ടെങ്കിൽ ആ മൊബൈൽ നമ്പർ ഒന്ന് പറയോ, അല്ലെങ്കിൽ OP നമ്പർ ഉണ്ടെങ്കിൽ അത് പറയൂ എന്ന് പറയും നമ്മളോട്, അല്ലെ? അപ്പൊ നമ്മളത് പറയും. അപ്പൊ അത് ഏതെങ്കിലും വെച്ച് അവരവിടെ സേവ് ചെയ്ത് വെച്ചിട്ടാ. സോ അവർക്ക് അത് എടുത്തിട്ട് ആ നമ്പറിലേക്ക് അതിലേക്ക് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു. അപ്പൊ അല്ലെ, പുതിയതായിട്ട് നമ്മൾ ഒന്നുകൂടി വന്ന് കണ്ടപ്പോ ആ ഒരു ഡേറ്റിൽ നമുക്ക് ഒരു കൺസൾട്ടേഷൻ തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. അപ്പൊ ഈ ഇൻഫർമേഷൻ ടെക്നോളജി അതിന് നന്നായി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അപ്ഗ്രഡേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ ഒരു നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി കമ്പ്യൂട്ടേഴ്സ് വന്നത് കൂടിയാണ്. ആൻഡ് ഓൾസോ ഇറ്റ് പ്രൊവൈഡ്സ് ടെക്നിക്കൽ സപ്പോർട്ട് വെൻ ദ സിസ്റ്റം ഫെയിൽ. അതായത് ഇപ്പൊ സിസ്റ്റം പെട്ടെന്ന് ഓഫ് ആയി പോയി അങ്ങനെയൊക്കെ വരുമ്പോ എന്താ പറയാ, ഒരു ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാനും ഇൻഫർമേഷൻ ടെക്നോളജി, കാരണം ഇവിടെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് അതൊന്നും പോവില്ല, അതൊക്കെ അവിടെ തന്നെ ഉണ്ടായിരിക്കും സേവ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട്. അപ്പൊ പെട്ടെന്നൊക്കെ പോയാലും കറണ്ട് പോയാലും നമുക്കത് സേവ് ചെയ്യാനുള്ള ഒരു സമയമൊക്കെ കിട്ടും. കാരണം അത് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ടക്കേന്ന് പറഞ്ഞിട്ടൊന്നും സിസ്റ്റം ഓഫ് ആയി പോവില്ലല്ലോ. അപ്പൊ പവർ ഫെയിലിയർ ഒക്കെ വന്നാലും നമുക്കത് സേവ് ചെയ്ത് നമുക്ക് പിന്നീട് അതിന്റെ ബാക്കി കാര്യങ്ങൾ അടുത്ത പവർ വന്നിട്ട് ചെയ്താലും മതി. അപ്പൊ അപ്ഡേഷൻ അതുപോലെ തന്നെ സിസ്റ്റം ഫെയിൽ ആയാലും ഒക്കെ ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാനും ഒക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ nowadays it provides online services to the patients and help them to be connected with the hospital. അതായത് ഹോസ്പിറ്റലുമായിട്ട് എപ്പോഴും കണക്ട് ചെയ്തിരിക്കാനും ഓൺലൈൻ സർവീസസും എന്ത് ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ ഒന്നുമല്ല, ഇവിടുത്തെ നാട്ടിലെ ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥിരമായി കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകേണ്ടി വന്നു. അപ്പൊ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ എന്തെങ്കിലും വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓൺലൈനിൽ അവരെ കോൺടാക്ട് ചെയ്ത് ഹോസ്പിറ്റൽസിൽ അല്ല ഡോക്ടേഴ്സിനോട് അവരുടെ കൺസൾട്ടേഷൻ നമുക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് അതിനും നമുക്ക് എന്താ പറയാ ഫെസിലിറ്റീസ് ഉണ്ട്. ഈ ഇതൊക്കെ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയത് നമ്മുടെ കൊറോണയൊക്കെ വന്ന കാലഘട്ടം തുടങ്ങിയാണ്, അല്ലെ? പുറത്ത് നമ്മളിപ്പോ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ എപ്പോഴൊന്നും പോകാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ സർവീസ് നമുക്ക് ഹോസ്പിറ്റൽസിൽ നിന്നും ഡോക്ടേഴ്സിൽ നിന്നൊക്കെ നേടാൻ സാധിക്കും. അപ്പൊ അതിനും കൂടി എന്താ പറയാ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്താ പറയാ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് നമ്മുടെ ഇൻഫർമേഷൻ ടെക്നോളജി. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി ഇല്ലാത്ത ഒരു ബിസിനസ് സ്ഥാപനം പോലും ഇല്ല. ഓക്കെ, ഇന്ന് എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. സോ വൈ ഹോസ്പിറ്റൽസിന് എന്തിനാ മാറ്റി നിർത്തണം? ഹോസ്പിറ്റൽസും പിന്നെ ഒത്തിരി എന്താ പറയാ ഏറ്റവും കൂടുതൽ കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡിംഗ് രീതി കൂടിയാണ്. കാരണം പേഷ്യൻസിനെ ഒരുപാട് പേഷ്യൻസ് വന്നും പോയിരിക്കുന്നതല്ലേ, ഒരുപാട് പേഷ്യൻസ് വന്നും പോയിരിക്കുന്നു, പലതരത്തിലുള്ള രോഗങ്ങളുമായിട്ടിരിക്കുന്നു. അപ്പൊ ഈ രോഗങ്ങളൊക്കെ എന്താണെന്നൊക്കെ ഇവർക്ക് വേണമെങ്കിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഇവർക്ക് ഹെൽപ്പ് ചെയ്യും. ഒത്തിരി കാര്യങ്ങളൊക്കെ പഠിക്കാനും ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന ഡാറ്റാസ് ഒക്കെ അവർക്ക് അന്നേരം എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? IT, ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിന്റെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് വൺ, അത് സെക്കൻഡ് വൺ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, തേർഡ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ കൂടി ഉണ്ട് നമുക്ക് ഇനി പഠിക്കാൻ, അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന പേഷ്യൻസിന് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള അടിസ്ഥാനത്തില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് IPD OPD എന്ന തരംതിരിവ് നമ്മൾ കണ്ടു, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കണ്ടു. ആൻഡ് ഈ പറയുന്ന മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഹെൽപ്പ് ചെയ്യാനായിട്ട്, അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇത്രയും ഈ ഇൻപേഷ്യൻസും അല്ലെങ്കിൽ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് മാത്രം ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിനെ മാത്രമായി അത് മുഴുവനാക്കുന്നില്ല, പൂർണ്ണമാക്കുന്നില്ല. ടു കംപ്ലീറ്റ്, അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ there should be some other departments which supports the medical department. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകളെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യാനായിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ വേണം. അതിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി നോൺ ആസ് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനെയാണ് നമ്മൾ കളക്റ്റീവായിട്ട് നമ്മൾ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത്. ആ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏതൊക്കെയായിരുന്നു അത്? ക്ലിനിക്കൽ ലബോറട്ടറീസ്, റേഡിയോളജി, CSSD, housekeeping, dietary, medical social work, physiotherapy, pharmacy, medical record department, medical maintenance and engineering, purchasing department and information technology. And last classification ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ഹോസ്പിറ്റൽ. അവസാനത്തെ അഡ്മിനിസ്ട്രേഷൻസ് ആണ് ഇവിടെ എല്ലാം ഭരണങ്ങളാണ്. ഇനി ഭരണമാണ്, മറ്റ് സേവനങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ എല്ലാം മാനേജ് ചെയ്യലാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും ഫസ്റ്റ് മാനേജ്മെന്റ് കംസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, മാൻ പവർ മാനേജ്മെന്റ് ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. അതായത് എന്താ ഹ്യൂമൻ റിസോഴ്സ്? ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. ഹ്യൂമൻ റിസോഴ്സ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ ഇൻ എനി ഓർഗനൈസേഷൻ.
ഏതൊരു ബിസിനസ് സ്ഥാപനം എടുത്താലും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു കമ്പോണന്റ്, ഒരു ഫാക്ടർ എന്ന് പറയാം നമുക്ക് ഇതിനെ ഹ്യൂമൻ റിസോഴ്സ്. ഹ്യൂമൻ റിസോഴ്സിനെ മാറ്റിവെച്ച് ഒരു ബിസിനസ് സ്ഥാപനവും പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല, അല്ലെ? അതായത് നമ്മളിപ്പോ എത്ര കണ്ട് ടെക്നോളജി വളർന്നാലും അത് പ്രവർത്തിപ്പിക്കാൻ ഏതെങ്കിലും ഒരു പുതിയ ടെക്നോളജി, പുതിയൊരു ഇപ്പൊ നമ്മള് ഒത്തിരി ടെക്നോളജി മാറി ഇതിന്റെ എന്താ പറയാ ഇത് ആസ്വദിക്കുന്നവരാണ് നമ്മൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, മിക്സി ഉപയോഗിക്കുന്നുണ്ട്, ഒന്നും തന്നെത്താനെ പ്രവർത്തിക്കുന്നില്ല. ഇറ്റ് ഷുഡ് ബി ഓപ്പറേറ്റഡ് ബൈ എ മാൻ, അല്ലെ? ഒരു മനുഷ്യന്റെ പ്രവർത്തനം ഇല്ലാതെ അത് പ്രവർത്തിക്കുന്നുണ്ടോ? സമയാസമയങ്ങളിൽ ഇപ്പൊ അരി എടുത്തിട്ട് മിക്സിയിലിട്ട് അടിക്കണം, നമ്മൾ അവിടെ നനച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, കാലത്ത് നിൽക്കുമ്പോ നമ്മളുടെ വെട്ടം കാണുമ്പോ അത് അരി വേഗം ചാടിക്കയറി മിക്സിക്കകത്ത് കൊണ്ട് വീഴോ? അത് സ്വിച്ച് ഓൺ ആകുമോ? ഇല്ല. നമ്മൾ തന്നെ കറക്കണം, നമ്മൾ സ്വിച്ച് ഓൺ ആക്കണം, അതിന്റെ റെഗുലേറ്റർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, കൂട്ടോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം, അരിയൊക്കെ വാരിയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പൊ ടു ഓപ്പറേറ്റ് എനി മെഷീൻ, ഏത് മെഷീൻസ് എത്ര കണ്ട് ഈ പറയുന്ന ടെക്നോളജി വർദ്ധിച്ചാലും അതൊക്കെ മാനേജ് ചെയ്യണമെങ്കിൽ, അതൊക്കെ ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂമൻ പവർ ആവശ്യമുണ്ട്, മനുഷ്യന്റെ ഒരു ശക്തി അവിടെ ആവശ്യമുണ്ട്. ആ മനുഷ്യന്റെ ശക്തികൾ ഒരുപാടുള്ളതാണ് ഇതുപോലുള്ള ഹോസ്പിറ്റൽസിൽ, അല്ലെ? ഹോസ്പിറ്റൽസിൽ എന്തോരം മനുഷ്യരാ ജോലി ചെയ്യുന്നത്? ഡോക്ടേഴ്സ് ഉണ്ട്, നഴ്സുമാരായിട്ടുള്ള സ്റ്റാഫ് ഉണ്ട്, അല്ലാതെയുള്ള വർക്കേഴ്സ് ഉണ്ട്, അല്ലെ? ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇപ്പൊ നമ്മൾ കഴിഞ്ഞു. ആ ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ജോലിക്കാരുണ്ട്. അപ്പൊ ഇവരെല്ലാവരെയും കൂടി കൺസിസ്റ്റ് ചെയ്യുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ്. ഇതെല്ലാം കൂടി ചേരുമ്പോ മാൻ പവർ, മനുഷ്യ വിഭവം എന്ന് പറയും. അപ്പോ ഇൻ ഹോസ്പിറ്റൽസ് മാത്രമല്ല ഏത് ബിസിനസ്സിലായാലും ദ എയിം ഓഫ് ദിസ് ഡിപ്പാർട്ട്മെന്റ്, ഈ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ടു റിക്രൂട്ട് എഫിഷ്യന്റ് ആൻഡ് ക്വാളിഫൈഡ് സ്റ്റാഫ്. ഏറ്റവും നല്ല രീതിയിലുള്ള കാര്യക്ഷമതയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ആദ്യത്തെ ഒരു ലക്ഷ്യം. നല്ല രീതിയിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഏറ്റവും നല്ല ജോലിക്കാരുണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനത്തിന് അതൊരു വലിയ ഗുഡ്വില്ലാണ്, അല്ലെ? ബിസിനസ് സ്ഥാപനം അതിങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോകുന്നു, അങ്ങനെയല്ല ആളുകൾ പറയണ്ടേ. അവിടെയുള്ള വർക്കേഴ്സ്, ജോലിക്കാരൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്, ക്വാളിഫൈഡ് ആണ്, എഫിഷ്യന്റ് ആണ്, എല്ലാ നിലയ്ക്കും വളരെ എനർജറ്റിക് ആണ്, ചാടി നിൽക്കണം എപ്പോഴും, അല്ലെ? അങ്ങനെയുള്ളവരാണെന്ന് കേൾക്കുമ്പോ അതൊരു ഗുഡ് വില്ലാണ് ഒരു ബിസിനസിനെ സംബന്ധിച്ച്. ഇന്ന് ഹോസ്പിറ്റൽസും ഒരു ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. അപ്പൊ അവിടെ ഉള്ള ആ വർക്കേഴ്സ്, ജോലിക്കാര്, വർക്കേഴ്സ് മീൻസ് എംപ്ലോയീസ്, എല്ലാവരും, എംപ്ലോയർ പ്ലസ് എംപ്ലോയീസ് എല്ലാവരും കൂടി ചേരുന്നതാണ് ഹ്യൂമൻ റിസോഴ്സ്. അപ്പൊ ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള ആളുകളെയാണ്, എഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ആൻഡ് ഓൾസോ ഈ സ്റ്റാഫുകളൊക്കെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുമ്പോൾ ദേ ഹാവ് ടു ഫോളോ സ്ട്രിക്റ്റ് പ്രൊസീജിയേഴ്സ്. റൂൾസും അതുപോലെ പ്രൊസീജിയേഴ്സും ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള അപ്പോയിന്റ്മെന്റുകൾ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റുകളൊക്കെ കൊടുക്കുക. ആൻഡ് ആഫ്റ്റർ ഓൾ ദിസ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് ദ എംപ്ലോയീ സാറ്റിസ്ഫാക്ഷൻ, good working conditions and to provide monetary and non-monetary benefits to the employees. ഈ ഡിപ്പാർട്ട്മെന്റിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട്. എന്താണ്? അതായത് അവിടെയുള്ള വർക്കേഴ്സിന്റെ, എംപ്ലോയീസിനൊക്കെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക എന്ന് വെച്ചാൽ എന്താ? സംതൃപ്തിയുള്ള ജോലി ചെയ്യുക. സംതൃപ്തിയുള്ള ജോലി ചെയ്യുന്നല്ല, സംതൃപ്തിയോടെ ജോലി ചെയ്യുക. എങ്ങനെയാ? സംതൃപ്തിയോടെ. നമ്മളിപ്പോ ഞാനൊരു ജോലി ചെയ്യാണ്, അല്ലെ? അതെനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണം. ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് അത് നല്ല രീതിയിൽ എന്റെ ആ ഒരു ഔട്ട്കം പുറത്തേക്ക് വരുള്ളൂ, അല്ലെ? അല്ലാതെ ഇഷ്ടമില്ലാണ്ട് ദേഷ്യപ്പെട്ടൊക്കെ ഇതെന്ത് എങ്ങനെയെങ്കിലും തീർക്കണമല്ല എന്നൊക്കെ വിചാരിച്ച് ദേഷ്യത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഫീലിങ്ങിലോടെ ഒക്കെയാണ് വന്നിരുന്ന് ക്ലാസ് എടുക്കണമെങ്കിൽ ഇത്രയൊന്നും വിശദീകരിക്കാൻ കൊണ്ട് പറ്റില്ലായിരിക്കും നേരം. ചിലപ്പോ നമ്മൾ അതായത് എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് തീർത്ത് പോയാൽ മതി, ആഫ്റ്റർ എന്താണ് നോട്ടിൽ എഴുതിയേക്കണേ അതൊന്നും അങ്ങോട്ട് പറഞ്ഞു തീർത്ത് എന്റെ അവസാനിപ്പിച്ച് പോകാം. അങ്ങനെയല്ല, നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് പറയാനായിട്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തു വെച്ച് നിങ്ങളെ കൂടി ഒന്ന് അതിനകത്ത് എന്താ പറയാ, നിങ്ങൾ അതിനകത്ത് കയറി മനസ്സിലാക്കുന്ന രീതിയിലൊക്കെ ആക്കി തരാനൊക്കെ നമുക്ക് പാകമാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളത് സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇഷ്ടത്തോടെ ചെയ്യുമ്പോഴാണ്. അത് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് അത് കേൾക്കണം, എന്താണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണം. അപ്പൊ ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. അപ്പൊ പക്ഷെ ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു മാനേജ്മെന്റിന്റെ ഭാഗമാണ് ഇവിടെയുള്ള എല്ലാ ആളുകളെയും. ഒരു ഓർഗനൈസേഷനിൽ, ഏത് ഓർഗനൈസേഷനിലാകട്ടെ, ഹോസ്പിറ്റൽസിലാകുമ്പോൾ ഇഷ്ടംപോലെ ജോലിക്കാരുടെ ഇവരെല്ലാം ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്ത് കൺട്രോൾ ചെയ്ത് നിലനിർത്തിക്കൊണ്ട് പോകുക. ആഫ്റ്റർ ഓൾ ഇവർക്കൊക്കെ എന്താ പറയാ സാറ്റിസ്ഫൈഡ് ആണ് ഇൻ ദ വർക്കിംഗ് കണ്ടീഷൻ. അവരുടേതായ ആ ജോലിയുടെ ചുറ്റുപാടിൽ അവരെല്ലാം സാറ്റിസ്ഫൈഡ് ആണോ എന്ന് വരുത്തി തീർക്കണം അല്ലെങ്കിൽ മനസ്സിലാക്കണം.
ഞാനിപ്പോ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന ജോലിയോട് എനിക്ക് സംതൃപ്തി ഉണ്ടോ, അല്ലെങ്കിൽ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കണം. ഓക്കെ, ഇഷ്ടത്തോടു കൂടി അല്ല എങ്കിൽ അത് പല രീതിയിലും റിഫ്ലക്ട് ചെയ്ത് കാണിക്കും നമ്മളിലൂടെ തന്നെ, അല്ലെ? പല രീതിയിലായിരിക്കും എന്ന് മാത്രം. അപ്പൊ അവരത് ചെയ്യുന്നതൊക്കെ ശരിയാണോ, നല്ല രീതിയിലാണോ എന്ന് വാച്ച് ചെയ്യാൻ നോക്കുക, അറിയുക. അതൊക്കെ മെച്യൂർ ചെയ്യേണ്ടത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുകാരുടെ ഡ്യൂട്ടിയാണ്. മാത്രമല്ല, ഇവർക്ക് കൊടുത്തിരിക്കുന്ന വർക്കിംഗ് സിറ്റുവേഷൻ വെദർ ഇറ്റ് ഈസ് ഗുഡ് ഓർ അല്ലെങ്കിൽ ബാഡ് ആണോ, അല്ലെങ്കിൽ നല്ല രീതിയിലാണോ, ചുറ്റുപാടൊക്കെ അവർക്ക് ഓക്കെ ആണോ, അവരുടെ കോമേറ്റ്സ്, അതായത് കോ വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇവർക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ, അവരുമായിട്ട് ഒത്തുപോകാൻ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ആ ഒരു എംപ്ലോയി നേരിടുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കണം. ആൻഡ് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുത്താലോ, അപ്പൊ കാര്യം കുശാലാവും. ഓക്കെ, അപ്പൊ എംപ്ലോയീസിന് എന്താ പറയാ, ഇടയ്ക്കിടയ്ക്ക് ചില സഹായങ്ങൾ, പണപരമായിട്ട് പണസംബന്ധമായിട്ട് തന്നെ വേണമെന്നില്ല, അല്ലാതെയും ചില എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് വർഷത്തിൽ ഒരിക്കലൊക്കെ ഒരു ഗെറ്റ് ടുഗദർ, ഒരു ഡേ, ഹോസ്പിറ്റൽ ഡേ ആകുമ്പോൾ, ഹോസ്പിറ്റൽസ് ആകുമ്പോൾ ഹോസ്പിറ്റൽ ഡേ ആയിട്ടൊക്കെ ആചരിക്കാം. ചിലപ്പോ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത, ഹോസ്പിറ്റലൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരാളുണ്ടാവുമല്ലോ, അങ്ങോരുടെ ദിവസം, ഓർമ്മ ദിവസമൊക്കെ ഒരു ഡേ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. സ്ക്രോൾ ചെയ്യുന്നുണ്ടല്ലോ, ഇതുണ്ടല്ലോ, തന്നെയാ ഇവിടെ വേറൊന്നുമില്ല. അപ്പൊ നമ്മളുടെ ആ ഡേ ഒക്കെ ആചരിച്ച് ഒന്ന് എന്താ പറയാ, എല്ലാവരും ഒന്ന് അവരുടെയൊക്കെ എനർജി ഒക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടേ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലേ, പാട്ട്, ഡാൻസ് പരിപാടികളൊക്കെ വെച്ച് എല്ലാവരും ഉൾപ്പെടുത്തി എന്റർടൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ. അതുപോലെ തന്നെ മോണിറ്ററി ബെനിഫിറ്റുകൾ കൊടുക്കാം. ഇപ്പൊ ഓണമൊക്കെ വരികയാണ്, ഒരു ഓണക്കോടിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ കൊടുക്കുന്ന സാലറിയുടെ ഒരു ഹാഫ് ഭാഗം ബോണസ് ആയിട്ടൊക്കെ കൊടുത്ത്, ഇതൊക്കെ എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കാൻ കിട്ടുന്ന, അവരെ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻസിൽ അവിടെ തന്നെ പിടിച്ചു നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ഇത് ഇവിടെ ഒരു നമുക്ക് കിട്ടുന്ന അറ്റ്മോസ്ഫിയർ നല്ലതല്ല എങ്കിൽ ഇട്ടിട്ട് പോകാൻ തോന്നൂല്ലേ എപ്പോഴും, അല്ലെ? എപ്പോഴെങ്കിലും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ചാടണം എന്ന് വിചാരിക്കും, അല്ലെ? അപ്പൊ അതൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ അവരെ പിടിച്ചു നിർത്തണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ആൻഡ് ഓൾസോ ആഫ്റ്റർ ഓൾ ദേ ഹാവ് ടു ബി പ്രൊവൈഡഡ് കോമ്പൻസേഷൻ ഫോർ ദെയർ സർവീസസ് റെൻഡേർഡ്. അവർ കൊടുക്കുന്ന സേവനങ്ങൾക്ക് കൃത്യമായ കൂലി കൊടുക്കാം. ഇതൊക്കെ ചെയ്താൽ, ഇതെല്ലാം ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത് ഉണ്ടോ, അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട ഡിപ്പാർട്ട്മെന്റാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും കിട്ടണമെന്ന് ഉറപ്പുവരുത്തുക. അതൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് വൺ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തത് ഏതാ? ഫിനാൻസ്. അപ്പൊ എന്തായിരിക്കും ഫിനാൻസ്? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ നടക്കുന്ന എല്ലാ പണസംബന്ധമായിട്ടുള്ള ഡീലിങ്സ് നടത്തുന്ന ഡിപ്പാർട്ട്മെന്റ്, അതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ, ഫിനാൻഷ്യൽ ബഡ്ജറ്റ് തയ്യാറാക്കുക. അടുത്ത എന്താ പറയാ ഇയറിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവരണം, അതിനത്രയൊക്കെ കാശ് ചെലവാകും, അതിന്റെ പ്ലാൻ തയ്യാറാക്കുക, ബഡ്ജറ്റ് തയ്യാറാക്കുക. പിന്നെ മാത്രമല്ല, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അതിന് വേണ്ടിയിട്ട് അത്തരം വികസനത്തിന്, ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എത്ര തുകകൾ മാറ്റിവെക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നതും ഈ ഡിപ്പാർട്ട്മെന്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അപ്പൊ എന്താണെന്ന് ഓർത്തിരിക്കുക, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽസ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. എന്ന് വെച്ചാൽ they make the budgets, financial plans for future and distribute fund to different departments in a hospital. ഹോസ്പിറ്റലിന്റെ പുതിയ പുതുമകൾ കൊണ്ടുവരാൻ, ഡെവലപ്മെന്റ് അപ്ഗ്രഡേഷൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നതൊക്കെ ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ആൻഡ് ഓൾസോ സ്റ്റാഫിനും മറ്റ് എംപ്ലോയീസിനും ഒക്കെ സാലറീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, മെഡിക്കൽ ഇക്വിപ്മെന്റുകളൊക്കെ മറ്റൊക്കെ വാങ്ങിക്കുമ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ഫണ്ട് സപ്ലൈ ചെയ്യുന്നതൊക്കെ ഫിനാൻസിലൂടെയാണ്. ഈ ഡിപ്പാർട്ട്മെന്റുകാരാണ്. പൈസ ഇവിടെയാണല്ലോ വരുന്നത്, ഇവിടെയാണ് വരണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെയേ പോകുള്ളൂ. പല രീതിയിലേക്കും എവിടെയൊക്കെ പൈസ കൊടുക്കാനുണ്ടോ, പൈസ കൊടുക്കുന്ന സ്ഥലമൊക്കെ എന്താ പറയാ, ഏതിനും പൈസ കൊടുക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഓക്കെ, വലിയ കാര്യങ്ങളൊന്നുമില്ല, എല്ലാത്തിലുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അഡ്മിനിസ്ട്രേഷൻ നമ്മൾ പഠിക്കുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ദാറ്റ് മീൻസ് ടു ലുക്ക് ആഫ്റ്റർ ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഈ ഡിപ്പാർട്ട്മെന്റുകാരാണ് ഇതിന് വേണ്ടിയിട്ടുള്ള പഠനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്ത്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആകാനുള്ള പഠനം. അവരുടെ ഡ്യൂട്ടി എന്താ? ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓരോ ദിവസവും നടക്കുന്നുണ്ടോ അതിനെ എല്ലാം മൊത്തത്തിൽ മാനേജ് ചെയ്യാനുള്ള ഡ്യൂട്ടിയാണ്. അപ്പൊ ചില്ലറ ഡ്യൂട്ടി അല്ല. മറ്റു കാര്യങ്ങൾക്കൊക്കെ അവനവന്റെ ഡിപ്പാർട്ട്മെന്റിന് നോക്കിയാൽ മതി. പക്ഷെ ഈ പറയുന്ന എല്ലാത്തിന്റെയും എന്താ പറയാ അധിപൻ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിന്റെയും മേൽനോട്ടം ആരുടെ കയ്യിലാണ്? അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലാണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു പെർഫോം ദ പേപ്പർ വർക്ക്സ്.
ഹോസ്പിറ്റൽസിന്റെ പല പേപ്പർ വർക്കുകളൊക്കെ ഉണ്ടെങ്കിലേ അതൊക്കെ ഇവരാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം ഹോസ്പിറ്റൽസിന്റെ ഒക്കെ പേപ്പർ വർക്കുകളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എഴുത്തുകുത്തുപണികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ. ആൻഡ് ഈ പറയുന്ന പേപ്പർ വർക്ക്സ് ഒക്കെ നടത്തുമ്പോൾ they have to follow strict procedures of the hospital. ഹോസ്പിറ്റലിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾക്ക് വിധേയമായി മാത്രമാണ് പേപ്പർ വർക്കുകൾ ചെയ്യാൻ പാടുള്ളതുള്ളൂ. മറ്റാരുടെയെങ്കിലും ഇൻഫ്ലുവൻസിലും മറ്റാർക്കും വേണ്ടിയൊന്നും പേപ്പർ വർക്കുകളൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. ഹോസ്പിറ്റലിന്റെ ആ ഒരു ഇതിനകത്ത് നിന്നുകൊണ്ടായിരിക്കാം പേപ്പർ വർക്ക്സ് ഒക്കെ എഴുതേണ്ടതും ചെയ്യേണ്ടതും ഒക്കെ. ആൻഡ് ഓൾസോ സപ്പോർട്ട് ദ പേഷ്യൻസ് ടോട്ടൽ മെഡിക്കൽ കെയർ. മാത്രമല്ല ഇവിടെ വന്നു പോകുന്ന പേഷ്യൻസിന്റെ മൊത്തം ആ കെയർ കിട്ടി ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് എപ്പിസോഡ് ഓഫ് ഇൽനെസ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തു പോകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നോക്കി നടത്തണം. ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിൽ വന്ന് അവര് ഹോസ്പിറ്റൽ ബൗണ്ടറി വിട്ട് പോകുന്നത് വരെ വെദർ ദേ ഗെറ്റ് ക്വാളിറ്റി സർവീസ്, വെദർ ദേ ആർ സാറ്റിസ്ഫൈഡ് ഓർ നോട്ട്, ഇതൊക്കെ മനസ്സിലാക്കി വേണം എന്ത് ചെയ്യാൻ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കണം ഇവര്. അപ്പൊ ഇതിന് വേണ്ടിയിട്ടുള്ള പല എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇവർക്ക് ചെയ്യാം. And also they have to provide all integrating various departments or services. പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും സേവനങ്ങളും ഒക്കെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ചുമതലയും അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിനൊക്കെ അവർക്ക് നല്ല രീതിയിലുള്ള സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ക്വാളിറ്റി സർവീസസ് ഒക്കെ കിട്ടണ്ടോ ഇല്ലെന്നൊക്കെ അറിയാൻ വേണ്ടി ഇന്ന് പല ഹോസ്പിറ്റൽസിലും അതിനുവേണ്ടിയുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. എന്താണ് ഫീഡ്ബാക്ക് ഒക്കെ അറിയാൻ വേണ്ടി ഒരു ബുക്കൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ വെച്ചിരിക്കും. വി ക്യാൻ റൈറ്റ് അവർ കമന്റ്സ്. നമ്മുടെ കമന്റുകൾ അവിടെ രേഖപ്പെടുത്താം. നമുക്ക് നമ്മൾ കിട്ടിയ സേവനം നല്ലതാണോ, ഗുഡ് ആണോ, ബാഡ് ആണോ, സാറ്റിസ്ഫാക്ടറി, കുഴപ്പമില്ല, നല്ലതാണ്, വെരി സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ വെരി ഗുഡ് അല്ലെ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഒക്കെ പറഞ്ഞൊക്കെ എഴുതി വെക്കാം. എന്ന് വെച്ചാൽ വളരെ നല്ലത്, ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ വളരെ നല്ലത്, നല്ല രീതിയിലുള്ള സേവനം, ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഹോസ്പിറ്റൽസിൽ വന്നിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താം. എന്തിനാ അങ്ങനെ രേഖപ്പെടുത്തി വെക്കുന്നത്? എന്ത് കാര്യത്തിനായിരിക്കാം? വെറുതെ അങ്ങനെ വെച്ച ഒരു രസം, ആൾക്കാർക്ക് ഒരു നേരം പോക്ക് ആയിക്കോട്ടെ, അവിടെ ഇരുന്നോട്ടെ, അതിനല്ല. കാരണം they can make some changes if they have to improve any departments. ഏതെങ്കിലും തരത്തില് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ എന്തെങ്കിലും ഡെവലപ്മെന്റുകളോ ഇംപ്രൂവ്മെന്റുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ, നികത്താനൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ടാ, കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് എന്താണ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓവറോൾ നമ്മുടെ ഹോസ്പിറ്റലിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. പേപ്പർ വർക്ക് നടത്തണം, ഓവറോൾ ഡേ ടു ഡേ ഓപ്പറേഷൻസ് നോക്കണം, ക്വാളിറ്റി കെയർ പേഷ്യന്റിന് കിട്ടണ്ടോ നോക്കണം, പോകുന്നത് വരെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റിനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, മനസ്സിലായോ 3 അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റുകള്? ഓക്കെ, അപ്പൊ അതൊന്ന് കുഞ്ഞിതായിട്ട് എഴുതിയിരിക്കുന്ന കുറച്ച് പോയിന്റ് ഉള്ളൂ. ഇതിന്റെ മെയിൻ കാര്യം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് എന്തിനാ, ഫിനാൻസ് എന്തിനാ, അതുപോലെ അഡ്മിനിസ്ട്രേഷൻ, അതിന്റെ ആ ഓരോ സെന്റൻസുകളും നിങ്ങൾ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മാത്രം മതി, പഠിച്ചു വെച്ചാൽ മതി. അതിന്റെ എക്സ്പ്ലനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമാണ്. പഠിക്കണമെങ്കിൽ ആ ഒരൊറ്റ സെന്റൻസ്. അപ്പൊ ഡാഷ് ഡിപ്പാർട്ട്മെന്റ് എയിംസ് അറ്റ് റിക്രൂട്ടിംഗ് എഫിഷ്യന്റ് ഹ്യൂമൻ റിസോഴ്സ് ഓഫ് എ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അങ്ങനെ അല്ലെങ്കിൽ ഡാഷ് ഡീൽസ് വിത്ത് അല്ലെങ്കിൽ ഹാൻഡിൽസ് ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് കൺട്രോൾ ചെയ്യുന്ന മാനേജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഡാഷ് ആണ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് എന്താ പറയാ പഠിച്ചു വെക്കുക എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചു നോക്കിയ വേഗം, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇന്നെടുത്ത ഡിപ്പാർട്ട്മെന്റുകൾ CSSD തുടങ്ങിയിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ നമ്മളുടെ ആ ചാപ്റ്റർ തീർന്നു. അങ്ങനെ കുറെ ദിവസമായി നമ്മൾ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ എണ്ണം നോക്കിയാൽ നമുക്കറിയാൻ പറ്റും എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ എടുത്തു തീർന്നതെന്ന്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ അറിയാലോ അല്ലെ, എത്ര ദിവസം കൊണ്ട് ഓടിച്ചൊന്നും നമ്മൾ എടുത്തിട്ടില്ല. സമയമെടുത്ത് എടുക്കേണ്ട ടോപ്പിക്കുകളൊക്കെ സമയമെടുത്ത് തന്നെയാണ് എടുത്ത് തീർത്തിരിക്കുന്നത്. അടുത്ത ദിവസം ഞാൻ ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തരും. ഓൺലി ക്വസ്റ്റ്യൻസേ തരുള്ളൂ, ആൻസേഴ്സ് ഞാൻ തരില്ല. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ആൻസേഴ്സ്. നിങ്ങൾ തന്നെ ആൻസേഴ്സ് കണ്ടുപിടിക്കണം, എന്നിട്ട് എനിക്ക് ആൻസർ തന്നാൽ മതി. ഇപ്പൊ നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റിലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞതൊക്കെ ഇതിനകത്തുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കിയാൽ കുറച്ചുകൂടി 1-2 പ്രാവശ്യമൊക്കെ വായിച്ചു നോക്കണം കേട്ടോ. ഒറ്റ പ്രാവശ്യം വായിക്കരുത്, 2 പ്രാവശ്യമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റ് കൂടെ അറ്റൻഡ് ചെയ്താൽ ഓക്കെ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. റംസിയ എപ്പോഴും എല്ലാ ദിവസവും വൈകിയാണോ കയറുന്നേ? റംസിയ ഉണ്ടോ അവിടെ? റംസിയ
ഹലോ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പറയാമോ ഒന്ന് റംസിയ? നെക്സ്റ്റ് ചാപ്റ്റർ ഫാർമസി ആണ് കേട്ടോ. ഫാർമസി ഇല്ലേ എന്റെ ടോപ്പിക്? അതെ, ഫാർമസി ആണ്.